بسم الله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസിനികളെ, ശുദ്ധമായ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. അറഫാ ദിനത്തെയും പെരുന്നാൾ ദിനത്തെയും സത്യം ചെയ്തുകൊണ്ട്, 10 രാവുകളെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് പറഞ്ഞ വളരെ ശ്രേഷ്ഠമായ രാവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹാജിമാർക്ക് അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തുമൊക്കെ മഖ്ബൂലും മബ്റൂറും മർദിയുമായി ചെയ്ത് നിർവഹിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്കും അല്ലാഹുവിൻ്റെ ഹറമൈനുകളിലെത്താൻ അല്ലാഹു ഒരുപാട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന് സൽക്കർമ്മങ്ങൾ വളരെയേറെ ഇഷ്ടമായ 10 ദിവസങ്ങളാണ് ഇനിയുള്ള പെരുന്നാളടക്കമുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് ദാനധർമ്മങ്ങളും സ്വതക്കകളും വർദ്ധിപ്പിക്കണം, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ നസീബാഖ് വിസാദിൻ്റെ ഉപ്പ ആലിക്കുട്ടി മസ്താൻ എന്നിവർ വഫാത്തായിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും സ്വർഗീയ ആരാമത്തിലുമാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ കരീം സാഹിബ് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് മരണപ്പെട്ടിരുന്നു. അവരുടെ അബ്ദുൽ ഖാദർ മാട്ടുമ്മത്തൊടി എന്നിവർ അവരുടെ ഉഖ്റവിയ ജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടിയാണ് ഇന്നത്തെ ഇവിടുത്തെ പായസം അവർ നിയ്യത്ത് ചെയ്തിട്ടുള്ളത്. അള്ളാഹു കരീം സാഹിബിൻ്റെ സ്വതക്ക സ്വീകരിക്കട്ടെ. അവരുടെ ഭാര്യാപിതാവിന് അള്ളാഹു അതിൻ്റെ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. എന്തെല്ലാം തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും അള്ളാഹു അത് വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് കൊടുക്കട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്ക് നമുക്കും അള്ളാഹുവിൻ്റെ ലിഖാ തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഷംസീർ ഹുദവി ഉസ്താദിൻ്റെ ചെറിയ കുഞ്ഞിന് ചെറിയൊരു അസുഖം, ഒരു ഡോക്ടറെ കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു വീഴ്ച സംഭവിച്ചത് കാരണം അള്ളാഹു ആ കുഞ്ഞിന് പരിപൂർണ്ണ ശിഫ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അസ്സത്തീർ സുബ്ഹാന, നമ്മളത് സത്താർ എന്ന് ആയിപ്പോയിട്ടുണ്ടായിരുന്നത് ഒരു പിഴവ് സംഭവിച്ചതാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ സത്തീറാണ്. ഇന്നല്ലാഹ ഹയ്യുൻ സത്തീറുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുന്നവനാണ്. അള്ളാഹു മറയിടുന്നവനാണ്. അള്ളാഹു സിത്ർ ചെയ്യുന്നവനാണ്. സിത്ർ മറ എന്ന് പറയുന്നത് ഹയാ എന്നർത്ഥത്തിൽ അറബിൽ ഉപയോഗിക്കാറുണ്ട്. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നാണ്, നാണം.
മാലി ഫുലാനിൻ സിത്റുൻ വല ഹിജ്റുൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നാണവുമില്ല ബുദ്ധിയില്ല എന്ന അർത്ഥത്തിൽ അങ്ങനെ പറയാറുണ്ട്. മാലി ഫുലാനിൻ സിത്റുൻ വല ഹിജ്റുൻ. ഹിജ്ർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ല, സിത്റുമില്ല, മറയില്ല എന്ന് പറഞ്ഞാൽ നാണവുമില്ല. ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅ്ത, നാണമില്ലെങ്കിൽ എന്തും ചെയ്യാലോ എന്ന് പറയാറുണ്ട്. അത് സിത്റില്ലാതിരിക്കുന്നൊരവസ്ഥയാണ്. അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വരാൻ പാടില്ല. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സിത്ർ വേണം, മറ വേണം. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികൾ, മുസ്ലിം പേരുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യുന്നവർ, അവരൊക്കെ ചില ആർട്ടിക്കിളുകളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നാണം തോന്നുന്ന വിഷയങ്ങൾ പറയാതിരിക്കണം. അത് ചർച്ചയ്ക്ക് കൊണ്ടുവരരുത്. നാണമില്ലാതിരിക്കുക അത് വലിയൊരു അപകടമാണ്. ആ അപകടത്തിൻ്റെ അനന്തരഫലം അവരിൽ മാത്രമല്ല ചുറ്റുവട്ടത്തുമുള്ള സമൂഹത്തിലും അതിൻ്റെ ദുരന്തം ഉണ്ടായിക്കൊണ്ടിരിക്കും. മനുഷ്യൻ്റെ കിടപ്പറയിൽ അതിനു വേണ്ടിയുള്ള പലതിൻ്റെ സാധനങ്ങളുടെയും പരസ്യം പറയാം, എന്നിട്ട് പച്ചയിൽ ഇത് നല്ലതാണെന്ന് പറയാം, ഞങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെന്ന് പറയാം. ഇതൊക്കെ വളരെ മോശമാണ്. ഹയാ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നാണം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തും ചെയ്യാമെന്നാ. ഞാൻ കമൻറ്റ് പറഞ്ഞാലും പ്രശ്നമില്ല, ആര് തെറി വിളിച്ചാലും കുഴപ്പമില്ല, ആര് ഉപദേശിച്ചാലും കുഴപ്പമില്ല, അവർ തോന്നിയത് ചെയ്യും. അങ്ങനെ ഒരിക്കലും ആവരുത്. നമുക്കങ്ങനെ ആവാൻ പാടില്ല. നമുക്ക് നാണം വേണം. അള്ളാഹു ഹയ്യാണ്, അള്ളാഹു നാണമുള്ളവനാണ്, അള്ളാഹു സിത്തീറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരിക്കൽ ഒരടിമയെ എന്തൊരു കൂലി വേലയ്ക്ക് വേണ്ടി വിളിച്ചു കൊണ്ടുവന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ചെറുക്കൻ പുറത്തു പോയിട്ട് വസ്ത്രമില്ലാതെ കുളിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖുദ് ഇജാറതക്, നിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ നീ വാങ്ങിച്ച് നീ പൊയ്ക്കോ, നിന്നെ ഞാൻ ജോലിക്ക് വെക്കുന്നില്ല. കാരണം ഇന്നി അറാക ലാ തസ്തതിറു മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നാണമില്ലാത്തവനായിട്ടാണ് നിന്നെ എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് നീ എൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കണ്ട എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിത്ർ വേണം. من كشف خمار امرأة ونظر إليها وجب الصداق أيما رجل أغلق بابه على امرأة وأرخى دونها أستاره فقد تم صداقها. ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ മഹറിനെ സംബന്ധിച്ച് ഫുഖഹാക്കൾ ഹനഫി മദ്ഹബിലെ ഒരഭിപ്രായമാണത്. ഹനഫി മദ്ഹബിൽ ഇപ്പോൾ ഒരു പെണ്ണിന് കല്യാണം കഴിച്ച് ആ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ പോലും ഒരുമിച്ചൊരു റൂമിൽ വാതിലടച്ച് കതകടച്ചവർ താമസിച്ചാൽ അവരുടെ മുഴുവൻ മഹറും അവൾക്ക് കൊടുക്കണം എന്നാണ് ഹനഫി മദ്ഹബിൻ്റെ പക്ഷം. നമ്മുടെ മദ്ഹബിൽ അങ്ങനെയല്ല. പകുതി മഹറുണ്ടാകും നിക്കാഹ് കഴിഞ്ഞാൽ, അവളുമായി ഒരുമിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മുഴുവൻ മഹറും അവൾക്ക് അവകാശപ്പെട്ടതാണെന്ന്. പക്ഷെ ഹനഫി മദ്ഹബിൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് നിർബന്ധമല്ല. അത് ഈ ഒരു ഹദീസാണ് അവർ പറയാം. അയ്യുമാ റജുലിൻ അഗ്ലഖ ബാബഹു അലംറഅത്തിൻ, ഏതെങ്കിലും ഒരാൾ തൻ്റെ ഭാര്യയോടൊപ്പം തൻ്റെ റൂമിൻ്റെ വാതിലടക്കുകയും വഅർഖാ ദൂനഹ അസ്താറ, തൻ്റെ വിരിപ്പ് സിത്ർ അയാൾ തൂക്കിയിടുകയും ചെയ്താൽ ഫഖദ് തമ്മ സ്വദാഖുഹ, അവരുടെ മഹർ പൂർണ്ണമായി കൊടുക്കണം എന്ന് പറഞ്ഞ ഹദീസാണ്. അവരതിന് തെളിവ് പറയാം. എന്നിരുന്നാലും മറ പാലിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ രഹസ്യം അവർ പരസ്പരം മറയുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് സിത്ർ എന്നത് രഹസ്യമാണ്, സിത്ർ എന്നത് ലജ്ജയാണ്. അള്ളാഹു സിത്തീറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി മറച്ചു വെക്കുന്നവനാണ് അള്ളാഹു തആല. അള്ളാഹുവിൻ്റെ വലിയൊരു രീതിയാണ് മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മാണിത്. അള്ളാഹു സിത്തീറാണ് എന്ന ഫിഈൽ എന്ന് പറയുന്ന വസനാണ്. അത് മുബാലഗത്ത് സൂചിപ്പിക്കും, ഏറെ അധികം. എങ്ങനെ? ഫിൽ അദദി, അത് അദദിലും അതുപോലെ തന്നെ നൗഇലും ഏതെല്ലാം തരത്തിലുള്ള മറ അള്ളാഹു തരാൻ കഴിയുന്നവനാണ്. എത്രയെല്ലാം തെറ്റുകളുണ്ടെങ്കിലും അള്ളാഹു അത് മറച്ചു വെക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു അഫറഹു ബിതൗബത്തി തായിബി മിനൽ ളംആനിൽ വാരിദ്, അള്ളാഹുവിനെ തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. ആരെക്കാൾ? മിനൽ ളംആനിൽ വാരിദ്, വെള്ളത്തിലേക്ക് എത്തിച്ചേർന്ന ദാഹിച്ചൊരു മനുഷ്യനേക്കാൾ. നിങ്ങൾ ദാഹിച്ച് വിശന്നിരിക്കാൻ, അങ്ങനെ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടുന്നു, അതിൻ്റെ സന്തോഷങ്ങൾക്കും പഠിച്ചവനെ അറിയുള്ളൂ. ഇപ്പോൾ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഗസയിലെ മക്കൾക്ക് ഭക്ഷണം കിട്ടുമ്പോൾ അവരുടെ സന്തോഷം എത്രയായിരിക്കും?
അള്ളാഹു അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ സിത്തറും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നസ്റും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നിങ്ങളുടെ തൗബ കാരണം സന്തോഷിക്കുന്നവനാണ്. ആരെക്കാൾ? ദാഹിച്ചിട്ട് വെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യനേക്കാൾ. പിന്നെ പറഞ്ഞു വമിനൽ അഖീമിൽ വാലിദ്, കുട്ടികളുണ്ടാവാതെ ഒരുപാട് കാലം ദാമ്പത്യ ജീവിതത്തിൽ തുടർന്ന് അവസാനം അൽ വാലിദ്, ആ കുട്ടിക്ക് ആ പെണ്ണിന് കുഞ്ഞ് ജനിച്ചു, പ്രസവിച്ചു, കുഞ്ഞ് നല്ല കുഞ്ഞാണ്. അങ്ങനെ മച്ചിയായിരുന്നിട്ട് പ്രസവിച്ചൊരു പെണ്ണിനേക്കാൾ അവരുടെ സന്തോഷം പഠിച്ചവനെ അറിയുള്ളൂ. അള്ളാഹുവിന് ഇഷ്ടമാണ് നമ്മൾ ചെയ്തൊരു തെറ്റിന് പഠിച്ചവനെ എനിക്ക് പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണ്. വമിനദ്ദാലിൽ വാജിദ്, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയൊരു സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്രയാണ്. മൊബൈൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, പേഴ്സ് നഷ്ടപ്പെട്ടു, ബത്താക്കി അതൊക്കെ ഉണ്ടായിരുന്നു, അത് തിരിച്ചിട്ട് ഭയങ്കര സന്തോഷമാവില്ലേ? സന്തോഷമാവും. മിനദ്ദാലിൽ വാജിദ്, നഷ്ടപ്പെട്ടു പോയത് ഒരാൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ തോന്നുന്ന സന്തോഷം. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, അതാ മനുഷ്യനും പഠിച്ചവൻ അറിയുള്ളൂ. അതിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടമാണ് നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് പടച്ചവൻ എനിക്ക് മാപ്പ് തരയണമേ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ഫമൻ താബ ഇലല്ലാഹി തൗബതൻ നസൂഹ, സത്യസന്ധമായ തൗബ ഒരാൾ അള്ളാഹുവിനോട് ചെയ്താൽ, ഫമൻ താബ ഇലല്ലാഹി തൗബതൻ നസൂഹ, സത്യസന്ധമായ തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ഇനിയൊരിക്കലും എനിക്കൊരവസരം നൽകപ്പെട്ടാൽ പോലും ഞാൻ ആ തെറ്റ് ചെയ്യൂല, അതാണ് തൗബ. ഞാനൊരിക്കലും അതിലേക്ക് പോകില്ല പടച്ചവനെ എന്ന് തൗബ ചെയ്താൽ അൻസല്ലാഹു ഹാഫിളൈ വജവാരിഹു വബിഖാഅൽ അർളി കുല്ലഹ ഖതായാഹു വദുനൂബ, അള്ളാഹു ആ മനുഷ്യൻ ചെയ്ത തെറ്റുകൾ മറപ്പിച്ചു കളയും. ആർക്കൊക്കെ? എഴുതി വെക്കുന്ന മലക്കുകൾക്ക് മറപ്പിച്ചു കളയും. ഹാഫിളൈ വജവാരിഹ, കൈകാലുകൾക്ക് മറപ്പിച്ചു കളയും. കാരണം ഖിയാമത്ത് നാളിൽ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, മനുഷ്യൻ്റെ ശരീരം, വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, മനുഷ്യൻ്റെ കൈകാലുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയും. കൈകാലുകൾക്കും അല്ലാഹു മറപ്പിച്ചു കളയും, നാളെ അത് വിളിച്ചു പറയൂല. വബിഖാഅൽ അർളി കുല്ലഹാ, അത് ചെയ്ത ഭൂമിയോടും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്നത്തെ ദിവസം ഭൂമി അതിൻ്റെ ചരിത്രങ്ങൾ പറയും, അതിൻ്റെ വിവരങ്ങൾ വിളിച്ചു പറയും എന്നതിന് മുഫസ്സിരീങ്ങൾ കൊടുത്തിട്ടുള്ള അർത്ഥം എന്താണ്? മനുഷ്യന്മാർ ഭൂമിക്ക് മേൽ ചെയ്ത തെറ്റുകൾ ആ ഭൂമിയുടെ ഇടങ്ങൾ വന്ന് അള്ളാഹുവിനോട് സാക്ഷി പറയുന്ന. എത്രാമത്തെ ലെവൽ ഫ്ലോറിലാണ്, ഇന്ന ബിൽഡിങ്ങാണ്, ഇന്ന സ്ഥലമാണ്, അള്ളാഹുവിനതറിയാം. ആ സ്ഥലം വന്ന് റബ്ബിനോട് സാക്ഷി പറയുന്നതാണ്. ആ സ്ഥലത്തിന് പോലും അള്ളാഹു മറപ്പിച്ചു കളയും. ഖതായാഹു വദുനൂബ, ആ മനുഷ്യൻ ചെയ്ത തെറ്റുകളും പാപങ്ങളുമെല്ലാം. അത്രമേൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഹയ്യാണ്, അള്ളാഹു തആല സിത്തീറാണ്, അള്ളാഹു മറച്ചു വെക്കുന്നവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ അസ്മാഉകളിൽ അസ്മാഉൽ ഹുസ്ന എന്ന് 99 ചിലപ്പോൾ നമ്മൾ കാണില്ല, എന്നാൽ ഹദീസിൽ വന്ന ഇസ്മാണ് ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ, അള്ളാഹു തആല മറ ചെയ്യുന്നവനാണ്, അള്ളാഹു മറയിടുന്നവനാണ്. സത്താർ എന്നാണ് നമ്മൾ പറയാറുള്ളത്, പക്ഷെ സത്താർ എന്ന ഇസ്മ ഹദീസിലും ഖുർആനിലൊന്നും വാരിതായിട്ട് കണ്ടിട്ടില്ല. ഖുർആനിലില്ല, ഹദീസിലും കണ്ടിടത്തോളൊന്നും ഇല്ല. അങ്ങനെ അതുകൊണ്ട് സിത്തീറാണ് വന്നിട്ടുള്ളത്, ഹദീസിൽ വന്നിട്ടുള്ളത്. ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീർ, അള്ളാഹു തആല മറച്ചു വെക്കുന്നവനാണ്, അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്. മറച്ചു വെക്കുക എന്നത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. മുഅ്മിനീങ്ങളുടെ മഹാസിനുകൾ, നന്മകൾ മറച്ചു വെക്കരുത്, അത് പറയണമെന്ന്. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ പറയണ്ട, അവരുടെ അഭാവത്തിൽ പറയണം. നേരെ മറിച്ച് ഒരു മനുഷ്യൻ്റെ ഐബുകൾ, എല്ലാവർക്കും ഐബുണ്ടാവും. കഫൽ മർഅ നബ്ലൻ അൻ തുഅദ്ദ മസായിബു അൻ തുഅദ്ദ മആയിബു, കഫൽ മർഅ നബ്ലൻ അൻ തുഅദ്ദ മആയിബു. ഒരു മനുഷ്യൻ്റെ ഐബുകൾ വിരലെണ്ണാവുന്ന അത്രേ ഉള്ളൂ എന്നതൊരു മനുഷ്യൻ്റെ വലിയൊരു ഫഖറാണ്, വലിയൊരു നന്മയാണ്, മേന്മയാണെന്ന്. കുറേ പറയണമെന്നില്ലല്ലോ, ഒരു 8-10 ഉള്ളൂ. അൽഹംദുലില്ലാഹ്. എണ്ണിയാ തീരാത്ത കുറ്റങ്ങളുണ്ടെന്ന് പറയുന്നതിനേക്കാളും ഒരു 10 കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. കഫൽ മർഅ നബ്ലൻ അൻ തുഅദ്ദ മആയിബു, ഒരു മനുഷ്യന് വലിയ ഖൈർ തന്നെയാണ്, അയാളുടെ ഐബ് എണ്ണി തിട്ടപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ എന്നത് ഒരു മനുഷ്യന് കുഴപ്പമൊന്നുമില്ല. മനുഷ്യന്മാർ തെറ്റില്ലാത്തവരുണ്ടാവുമോ? അതുകൊണ്ട് പറഞ്ഞു തീർക്കാൻ മാത്രമല്ല ഐബേ ഉള്ളൂ.
മനുഷ്യൻ്റെ ഐബുകൾ മറച്ചു വെക്കണം എന്നാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം അള്ളാഹു സിത്തീറാണെങ്കിൽ നമ്മൾ സിത്തർ ചെയ്യണം, മറക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ ആ ഒരു ഫലം നമുക്കുണ്ടാവുള്ളൂ. അള്ളാഹുവിൻ്റെ ഖുലുഖിനോട് തഖല്ലഖു ബി അഖ്ലാഖിർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ മറച്ചു വെക്കണം. പക്ഷെ മനുഷ്യന്മാർക്ക് പ്രകൃതിയാണ്, പറയൽ ഇഷ്ടമാണ്. ഈ അറിഞ്ഞോ, എനിക്കറിയാത്ത എൻ്റെ അടുത്തുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പറയും ഇപ്പോൾ വിളിച്ചു പറയില്ല, സമയമായിട്ടില്ല, ചില കാര്യങ്ങൾ പുറത്ത് വരും, ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ ഇത് പറയൽ മനുഷ്യന് ഇഷ്ടമാണ്. അത് മനുഷ്യൻ്റെ സ്വഭാവം. മനുഷ്യന്മാരുടെ എഴുത്തിലൊക്കെ കാണാൻ പറ്റും. എന്തോ ഉണ്ട് കേട്ടോ, ബോംബ് പൊട്ടിക്കാൻ പോവുക. നന്മ എന്ന് പറയുന്നത് കുൽഫ, നന്മ എന്ന് പറയുന്നത് പ്രയാസമുള്ള സംഗതിയാണ്. ഇത് പറയാതിരുന്ന് ശരീരത്തെ അടക്കി പിടിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് അതിൻ്റെ ഒരു ആനന്ദം ഉണ്ടാവും. നമ്മൾ അറിഞ്ഞൊരു തിന്മ നമ്മൾ പറയാതിരിക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ടൊരു ഐബ് നമുക്കറിയാം, നമ്മൾ അറിഞ്ഞ കാര്യമാണ്, നമുക്കത് കൃത്യമായും അറിയാം, അത് സത്യമാണ്. പക്ഷേ അത് ഒരാളോടും പറയാതെ നമ്മൾ ഒതുക്കി വെക്കുന്നു. എന്തിന്? നാളെ അള്ളാഹു നമ്മുടെ തെറ്റുകൾ നമുക്ക് മറച്ചു വെച്ചു തരാൻ. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ കംഅ ചെയ്യാന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹത്തെ പിടിച്ചമർത്തി കംപ്രസ് ചെയ്തുകൊണ്ട് കൊണ്ടു കിടക്കുക. അതിനൊരു ഹലാവത്തുണ്ടെന്നാണ്, അതിനൊരു മധുരമുണ്ട്. അത് സാധിക്കണം. പെണ്ണുങ്ങൾക്ക് പ്രത്യേകം കഴിയണം. അവരെന്താ പറയുക, ആരോടും പറയരുതിട്ടോ, എന്നോട് മാത്രമേ ഞാൻ പറയുള്ളൂ. എനിക്ക് അത്ര വിശ്വാസമായതുകൊണ്ടാണ് എന്നോട് ഞാൻ പറയണത്. ഇതേ വർത്താനം നാലാൾ വേറെ ആളോട് ഇവർ പറയും. അവൾ വേറെ ആളോട് പറയും, എന്നോട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞതാട്ടോ, ഈ അറിഞ്ഞ ഭാവം നടിക്കണ്ടേ. കഴിഞ്ഞു. പിന്നെ ഇപ്പം എന്ത് സിത്തറ അവിടെ ഉള്ളത്, എന്ത് മറയാനുള്ളത്? അല്ലാഹു ഹയ്യുൻ സിത്തീറുൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ്, തഅവ്വദു ബില്ലാഹി മിൻ സലാസി ഫവാഖിർ, നിങ്ങളുടെ നട്ടെല്ല് മുറിച്ചു കളയുന്ന 3 കാര്യങ്ങളുണ്ട്. അത് അള്ളാഹുവേ ഞങ്ങൾക്ക് പരീക്ഷണമായി തരരുതേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യണമെന്നാണ്. നട്ടെല്ല് മുറിഞ്ഞു പോകുന്നു, മനുഷ്യന് എണീറ്റിക്കാൻ പറ്റില്ല, മനുഷ്യൻ്റെ ജീവിതം തകരാറിലായി പോകും, മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല. അതിനാണ് ഫവാഖിർ എന്ന് പറയാം. ഫഖർ ആദുമ, എല്ല് പൊട്ടിച്ചു എന്നാണ്, എല്ല് പൊടിഞ്ഞു പോകും. അങ്ങനത്തെ 3 ദവാഹി, വളരെ വളരെ സീരിയസായ പ്രയാസപ്പെടുത്തുന്ന 3 പ്രയാസങ്ങൾ, 3 പരീക്ഷണങ്ങൾ. ഒന്ന് ജാറുസു ഇൻ റആ ഖൈറൻ കതമഹു വ ഇൻ റആ ശർറൻ അദാഅ. മോശപ്പെട്ട ഒരു അയൽവാസി, നിങ്ങളുടെ റൂമിലത്തെ അയൽവാസിയാവാം, തൊട്ടടുത്ത ബെഡിലിരിക്കുന്ന ആളാവാം, തൊട്ടടുത്ത വീട്ടുകാരനാവാം. ജാറുസു ഇൻ റആ ഖൈറൻ കതമ, നിങ്ങളിൽ എന്തെങ്കിലും ഒരു ഖൈറുണ്ടെങ്കിൽ അത് മറച്ചു വെക്കും, നിങ്ങളുടെ ഒരു നന്മയാൾ പറയൂല. ഇൻ റആ ശർറൻ അദാഅ, എന്തെങ്കിലും ഒരു ഷർറ് കണ്ടാൽ അവൻ റേഡിയോ, ഇദാഅത്തുൽ ഖുർആൻ കരീം, ഖുർആൻ റേഡിയോ എന്നതിൻ്റെ പേര്. അദാ എന്ന് പറഞ്ഞാൽ പബ്ലിസൈസ് ചെയ്യാന്നാണ്. ഫേസ്ബുക്കിൽ എഴുതുന്നു, വാട്സപ്പിൽ എഴുതി വിടും, വോയിസ് ഇട്ട് വിടും, മനുഷ്യനെ അപമാനപ്പെടുത്തും. ഒരു ഷർറ് കണ്ടാൽ ഒരു നന്മയും കണ്ണിൽ കാണൂല, അവർ കാണുന്ന ഷർറ് മാത്രമായി. ഇത് ദുഷിച്ച മനസ്സുകളുടെ ഉദാഹരണമാണ്. ദുഷിച്ച മനസ്സുകൾ അങ്ങനെയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഗാലിഖുൽ ഖൈരി മഫാത്തിഹുൽ ശർ, അവരെല്ലാ നന്മകളും പൂട്ടിവെക്കും, ഒരു നന്മയും ഒരു കാണില്ല, ഒരു മനുഷ്യൻ്റെ നന്മയും കാണൂല. പ്രത്യേകിച്ച് ഹുബ്ബുക ശൈ യുഅമി വയുസിം എന്നാണ്. ഒരു വസ്തുവിനോട് അന്ധമായ സ്നേഹമുണ്ടായാൽ അത് നിങ്ങളെ അന്ധനും ബധിരനുമാക്കും എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത്, ആ ആൾ വ്യക്തി ചെയ്യുന്നത് എന്ത് ചെയ്താലും പിന്നെ കുഴപ്പമില്ല. ഹുബ്ബുക ശൈ, നിങ്ങൾ ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. എന്തെന്നെ ചെയ്താലും അതിനൊക്കെ ന്യായീകരിക്കും, അതിനൊക്കെ അംഗീകരിക്കും, അതിനൊക്കെ സിന്ദാബാദ് വിളിക്കും, ഒക്കെ ശരിയാണ്. ഒരു ഖൈറും കാണുകയുമില്ല. ഒരു ഖൈറും, ഹുബ്ബുക ശൈ യുഅമി വയുസിം, അവരിൽ ഖൈർ മാത്രമേ കാണുള്ളൂ, അവരെ ഷർറ് തീരെ കാണില്ല, അവരിൽ ഐബ് തീരെ കാണില്ല. നേരെ മറിച്ച് വബുഗ്ളുക ശൈ, ഒരാളോട്, ഒരു വസ്തുവിനോട്, ഒരു ജനതയോട്, ഒരു സമൂഹത്തോട് ദേഷ്യമാണെങ്കിൽ അവരിലെ ഐബ് മാത്രമേ കാണുള്ളൂ, അവരിലെ ഒരു നന്മയും കാണാൻ കഴിയില്ല. ഒരു നന്മയില്ല എന്ന് പറയും. ഇപ്പോൾ ഇസ്ലാമിനെ അടിച്ചാക്ഷേപിക്കുന്ന ചില മുസ്ലിംസ് ഉണ്ടല്ലോ, ഒന്നും പഠിച്ചിട്ടില്ല. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവരാകെ പറയുക ബാത്റൂമിൽ പോകണ കയറലും ഇറങ്ങലും പഠിപ്പിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കണം, കുടിക്കണം, ഇരിക്കണം. ഇത്രയേ ഇവർക്ക് ഇസ്ലാം എന്ന് ഇത്രയേ ഉള്ളൂ എന്നവർ വിചാരിച്ചത്. അതാ കളിയാക്കി പറയാം. ജൂതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വഹാബികളോട്,
ഇന്ന നബിയക്കും യുഅല്ലിമുക്കും കുല്ലു ഷൈ ഹത്തൽ ഖറാഅ. നിങ്ങളുടെ നബി നിങ്ങൾക്ക് എല്ലാം പറഞ്ഞിരുന്നുണ്ടല്ലേ, എല്ലാം പഠിപ്പിച്ചിരുന്നുണ്ടല്ലേ. ഹത്തൽ ഖറാഅ, ഖറാഅത്ത് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പോകുന്ന, ടോയ്ലറ്റ് പോകുന്നതടക്കം പഠിപ്പിച്ചിരുന്നുണ്ടല്ലേ എന്ന് കളിയാക്കിയെന്ന്. അതന്നെ ഇപ്പോഴത്തെ യുക്തിവാദിയും കളിയാക്കണത്. എന്നാൽ നബി തങ്ങളുടെ ആയിരക്കണക്കിന് ഹദീസുകൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എത്രയെല്ലാം ഇൽമു നബി തങ്ങൾ പറഞ്ഞു തന്നു, എത്രയെല്ലാം ഇൽമു ഹദീസ് കിടക്കുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക പോലും ഇല്ല. ഇവിടെ അങ്ങനെ യൂട്യൂബ് ഓണാക്കിയിട്ട് അങ്ങനെ വീഡിയോ ഉണ്ടാക്കി വിടുക സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഇസ്ലാമിനെ ചീത്ത പറഞ്ഞാൽ ആരെയും കാണുള്ളൂ, ബാക്കിയൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. അപ്പോൾ അവർ നന്മ കാണില്ല, അതൊരു അന്ധതയാണ്. അതിന് അന്ധത എന്ന് പറയാം. കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി വരുന്നാൽ മതി, ഹൃദയത്തിൻ്റെ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, തഅവ്വദൂ ബില്ലാഹി മിൻ സലാസി ഫവാഖിർ, 3 നടുവൊടിക്കുന്ന മഹാപരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അയൽവാസിൻ്റെ ബുദ്ധിമുട്ട്. അയൽപക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിലെ സ്വകാര്യതകൾ അറിയുന്ന ആൾക്കാരാണ്. ഒരു വീടാകുമ്പോൾ അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്, ഉണ്ടാവില്ലേ? അവിടെ ചിരിയും കളിയും കരച്ചിലും ഒക്കെ ഉണ്ടാവും. വീടെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു വീടിൻ്റെ വാതിൽ തുറന്നു കിടന്നാലോ ഒരു ജനൽ തുറന്നു വെച്ചാലോ അതിലേക്ക് നോക്കാൻ പാടില്ല എന്ന. ഒരു ജനലൊക്കെ വന്ന് ആരെങ്കിലും ഇങ്ങനെ നോക്കിയാൽ ഒരു കല്ലുകൊണ്ടോ എന്തെങ്കിലും എറിഞ്ഞ് കണ്ണു പൊട്ടിപ്പോയാൽ പോലും ശരീഅത്തിന്റെ നിയമപ്രകാരം ആ മനുഷ്യന് പ്രതികാരം എടുക്കാൻ പാടില്ല എന്നാ. അവൻ്റെ പ്രൈവസിയിലേക്ക് എന്തിനാ പോയി നോക്കിയതെന്നാ ചോദിക്കുക. ഇന്ന് മനുഷ്യൻ്റെ പ്രൈവസി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ്. അതിൽ കയറിയിട്ട് തോന്നിയാൽ ചെയ്തിച്ചു പോവുക, അസഭ്യങ്ങൾ എഴുതി വെക്കുക, അതൊക്കെ മനുഷ്യൻ്റെ വീട്ടുകാരെ ചീത്ത പറഞ്ഞ തുല്യാണത്. ചെയ്യാൻ പാടില്ല. മുഅ്മിനീങ്ങൾ ചെയ്യാൻ പാടില്ല. പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. വേണോ വേണ്ട, ചെയ്യണോ ചെയ്യണ്ടേ തീരുമാനിക്കേണ്ട അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതാണ് അള്ളാഹുവിന് ഇഷ്ടമായത്, ഇതാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടം, ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. അത്രമാത്രം. തഅവ്വദൂ ബില്ലാഹി മിൻ സലാസി ഫവാഖിർ. 1, നന്മ തീരെ കാണാത്ത ഐബുകൾ മാത്രം നോക്കി നടക്കുകയും അങ്ങനെ ഐബ് കണ്ടാൽ മാലോകരോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു അയൽവാസി, പടച്ചോനെ എൻ്റെ അയൽപക്കത്ത് അങ്ങനത്തെ ഒരാളെ നിർത്തല്ലേ, അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ ആ മനുഷ്യനെ നന്നാക്കി തരണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ജാറുസൂഇൻ, മോശപ്പെട്ട അയൽവാസികൾ നമ്മുടെ അരികത്ത് താമസിക്കുക. ആ വീടിൻ്റെ എല്ലാ റാഹത്തും, വീട് വിട്ട് നാട് വിട്ട് പോരാൻ തോന്നും ചിലപ്പോൾ, അല്ലേ? അയൽപക്കം ശരിയായില്ലെങ്കിൽ വലിയ പ്രയാസമാണത്. യാ അല്ലാഹ്. വസൗജതി സൂഇൻ, മോശപ്പെട്ട ഭാര്യ. അള്ളാഹു നമുക്കൊക്കെ നല്ല ഭാര്യമാരെ തരട്ടെ, അള്ളാഹു നമ്മളൊക്കെ നല്ല ഭർത്താക്കന്മാരാക്കി തരട്ടെ. വസൗജതി സൂഇൻ ഇൻ ദഖൽത അലൈഹാ ലസനത്ക, നിങ്ങൾ വീട്ടിലേക്ക് കയറി വന്നാൽ നാവുകൊണ്ട് വല്ലതും പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കും, അങ്ങനത്തെ ഭാര്യ. വഇൻ ഗിബ്ത അൻഹാ ഖാനത്ക, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ നിങ്ങളുടെ സമ്പത്തിലും അവരുടെ ശരീരത്തിലും അവർ നിങ്ങളോട് വഞ്ചന ചെയ്യും. അങ്ങനത്തെ ഒരു പെണ്ണ് സ്വസ്ഥത നഷ്ടപ്പെടും, നടുവൊടിയുന്ന തങ്ങൾ പറഞ്ഞു. മിൻ സലാസി ഫവാഖിർ, നാവ് കൊണ്ട് വേദനിപ്പിക്കുക, എന്തെങ്കിലും വാക്കുകൾ പറയുക, കുത്തുവാക്കുകൾ പറയുക, വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാവുക. അത്തരം ഭാര്യമാർ അല്ലാഹുവിൻ്റെ റസൂൽ കാവൽ ചോദിക്കാൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇമാമു സൂഇൻ, മോശപ്പെട്ട ഭരണാധികാരി. ഇൻ അഹ്സൻത ലം യഖ്ബൽ, നിങ്ങൾ എത്ര നന്മ ചെയ്താലും അത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കൂല. വ ഇൻ അസഅത ലം യഗ്ഫിർ, നിങ്ങൾ തെറ്റ് സംഭവിച്ചു പോയാൽ മാപ്പ് നൽകൂല. അങ്ങനത്തെ ഭരണാധികാരികൾ, അവരിൽ നിന്നും കാവൽ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിത്ർ, മറ വേണം. ഒരു ഭർത്താവിൻ്റെ രഹസ്യങ്ങൾ ഭാര്യ മറച്ചു വെക്കണം, ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവ് മറച്ചു വെക്കണം. ഐബില്ലാത്തവരാരാണുള്ളത്? ഐബില്ലാത്തവരാരാണ്? നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ പടപ്പുകൾ മനുഷ്യരാ. നമ്മുടെ ഉപ്പയായ ആദം അലൈഹിസ്സലാം, വഅസാ ആദമു റബ്ബഹു ഫഗവാ, സ്വർഗത്തിൽ വെച്ച് ആദം നബി അലൈഹിസ്സലാം ഒരു പിശക് പറ്റിയിട്ടാണ് ആദം നബി ഭൂമിയിലേക്ക് വരുന്നത്, അല്ലേ? കുല്ലു ബിനി ആദം ഖത്താ, ആദം നബിയുടെ മക്കളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, പക്ഷേ ഈ തെറ്റ് ചെയ്യുന്ന ആദം നബിയുടെ മക്കളിൽ വെച്ച് ഏറ്റവും നല്ലവരാരാ? അത്തവ്വാബൂൻ, നിരന്തരം അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവരാണ്. കൺസിസ്റ്റൻ്റ്ലി റിപ്പൻറ്റിങ് ടു അള്ളാഹ്. അതായത് എപ്പോഴും ഒരു തെറ്റ് ഉടനെ അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാറിൽ വലിയ സ്ഥാനമുള്ളൊരു ഇസ്തിഗ്ഫാറാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. മനസ്സമാധാനം ഉണ്ടാവും, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും, റിസ്ക്കും വരും. ജോലിയില്ലേ? ചൊല്ലിക്കോളി. കച്ചവടം ബുദ്ധിമുട്ടുണ്ടോ? ചൊല്ലിക്കോളൂ. കടമുണ്ടോ? ചൊല്ലിക്കോളൂ. മാനസിക പ്രയാസങ്ങളുണ്ടോ?
ഒരു 5 മിനിറ്റ് നേരം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വതൂബു ഇലൈഹി. ഭയങ്കര ഇഫക്റ്റാണ്. ടെൻഷൻ ഉണ്ടോ? ഒരു 2-3 മിനിറ്റ് ഇരുന്ന് ചൊല്ലുക, എവിടെയെങ്കിലും ഇരുന്നിട്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വതൂബു ഇലൈഹി. ജോലിയിൽ ടെൻഷൻ ഉണ്ടോ? കുടുംബ പ്രശ്നം ആലോചിച്ച്, ഭാര്യയുടെ വിഷയം ആലോചിച്ച്, ഭർത്താവിനെ ആലോചിച്ച്, വീട്ടിലെ കശപിശകൾ ആലോചിച്ച് പ്രയാസങ്ങളുണ്ടോ? മനസ്സ് വേദനിക്കുന്നുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വതൂബു ഇലൈഹി. ധാരാളം ചൊല്ലണമെന്ന 3 കാര്യങ്ങൾ ഗ്യാരണ്ടിയാണ്. ഒന്ന്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. വമിൻ കുല്ലി ഹമ്മിൻ മഖ്റജൻ വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ. നിങ്ങളുടെ ടെൻഷൻ അല്ലാഹു നിങ്ങൾക്ക് ഒഴിവാക്കി തരും. വറസഖഹു മിൻ ഗൈരി ലാ യഹ്തസിബ്. നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരുന്ന, അല്ലെങ്കിൽ റിസ്ഖിൽ അല്ലാഹു ബറക്കത്ത് തരും. തഅവ്വദു ബില്ലാഹി മിൻ 3 ഫവാഖിർ. അല്ലാഹുവിനോട് നിങ്ങൾ 3 കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം. അതിലൊന്ന് സിത്ർ മറച്ചു കളയുന്ന പെണ്ണിനെ സംബന്ധിച്ചാണ്. വസൗജത്തി സൂഇൻ ഇൻ ദഖൽത അലൈഹാ ലസനത്ക. നിങ്ങളുടെ ഐബുകൾ നിങ്ങളോട് പറയും. അതൊരു പെണ്ണിൻ്റെ വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് ഒരിക്കൽ ഉണർത്തി, ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ നിരന്തരം ഒരു മനുഷ്യൻ്റെ ഐബിനെ എടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സൗജത്തു സൂഇൻ, മോശപ്പെട്ട ഭാര്യയാവാൻ ഈ ഒറ്റ സ്വഭാവം മതി എന്നാണ്. ഇതിൽ മഹാനായ ശുറൈഹുൽ ഖാദിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ. ശുറൈഹുൽ ഖാദി തങ്ങൾ കല്യാണം കഴിച്ചതെന്ന് തൻ്റെ ഭാര്യ ഒരു പ്രഭാഷണം ചെയ്ത് ഖുത്ബ ചെയ്തു എന്ന ഭർത്താവിനോട്. അമ്മാ ബഅദ് ഫയാ അബാ ഉമയ്യ, അല്ലയോ ശുറൈഹ് എന്നവരെ, ശുറൈഹുൽ ലോകപ്രസിദ്ധനായ ഇസ്ലാമിക ലോകത്തെ ഒരുപാട് നിർണായകമായ സംഭവങ്ങളിൽ വിധി പറഞ്ഞ ഖാദിയും ജഡ്ജുമാണ് ശുറൈഹുൽ ഖാദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഫയാ അബാ ഉമയ്യ ഇന്നി ഇംറഅത്തുൻ ഗരീബ. ഭാര്യ വീട്ടിലേക്ക് കയറി വന്ന അന്നത്തെ രാത്രി, ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ പറയാണ് ഇന്നി ഇംറഅത്തുൻ ഗരീബ, ഞാൻ വിദൂരത്ത് നിന്ന് വന്നൊരു പെണ്ണാണ്. ഈ നാടെനിക്ക് പരിചയമില്ല, ഈ വീട് എനിക്ക് പരിചയമില്ല, ഞാൻ ഗരീബാണ്, ഇവിടെ സ്ട്രേഞ്ചറാണ്, എനിക്ക് പരിചയമില്ല ഇവിടെ. ലാ അഅരിഫു മാ തുഹിബ്ബു വലാ മാ തക്റഹ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വെറുപ്പുള്ളത്, ഇതൊന്നും എനിക്ക് പറയില്ല. ഫഖുല്ലി മാ തുഹിബ്ബു ഹത്താ ആതിയ. അതുകൊണ്ട് എൻ്റെ ഭർത്താവായ ശുറൈഹ് എന്നവരെ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് എന്നോടും തുറന്നു പറയണം, ഞാനത് നിങ്ങൾക്ക് നിർവഹിച്ചു തരാം. വമാ തക്റഹ ഹത്താ അജ്തനിബ. നിങ്ങൾക്ക് എന്താണ് വെറുപ്പ് എന്നോട് പറഞ്ഞോളൂ, ഞാനത് ചെയ്യൂല. വയാ അബാ ഉമയ്യ ലഖദ് കാന ലക മിൻ നിസാഇ ഖൗമിക മൻ ഹുവ കുഫുഉൻ ലക. നിങ്ങളുടെ നാട്ടിൽ എത്രയോ പെൺകുട്ടികൾ, നിങ്ങൾക്ക് കുഫു ആയ പെൺകുട്ടികൾ ഈ നാട്ടിൽ എത്രയോ ഉണ്ടായിരുന്നു. വകാന ലി മിൻ റിജാലി ഖൗമി മൻ ഹുവ കുഫുഉൻ ലി. എൻ്റെ നാട്ടിലെ ആണുങ്ങളിൽ എനിക്ക് യോജിച്ച ഭർത്താക്കന്മാരും ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. വലാകിൻ കുൻതു ലക സൗജ. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഭാര്യയായി മാറുന്നത് അലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലി ലിയഖ്ളി അല്ലാഹു അംറൻ കാന മഫ്ഊല. ഇത് അല്ലാഹുവിൻ്റെ ഖളാ മാത്രമാണ്. എന്നെക്കാളും ഖൈറായവരും എന്നെക്കാളും യോഗ്യതയുള്ളവരും നിങ്ങൾക്ക് യോജിച്ചവരുമായ ഭാര്യ വേറെ കിട്ടുമായിരുന്നു. നിങ്ങളെക്കാളും അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയോ അതിലേറെയോ കുറവോ എനിക്ക് കുഫു ഉള്ള ഭർത്താക്കന്മാർ ലഭിക്കുമായിരുന്നു. പക്ഷേ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. ലിയഖ്ളി അല്ലാഹു അംറൻ കാന മഫ്ഊല. ചില പെണ്ണുങ്ങൾ ഇങ്ങനെ ഡയലോഗ് പറയില്ലേ, എനിക്ക് എത്ര ആളെ വരുന്നീന് ഇതിനെ കെട്ടാൻ, നിങ്ങളെ പോകുന്നൊരു കോന്തനല്ലേ എനിക്ക് കിട്ടിയത്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആണുങ്ങളും പറയും ചിലപ്പോൾ, കുറേ ആൾക്കാർ ലവ് ലെറ്ററായിട്ട് പിന്നാലെ വന്നതായിരുന്നു, ഞാൻ നിൻ്റെ തലയിലാണ് വന്ന് വീണത്, എന്ത് ചെയ്യാനാ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ലിയഖ്ളി അല്ലാഹു അംറൻ കാന മഫ്ഊല. അല്ലാഹു ഇത് തീരുമാനിച്ചു. അപ്പോൾ ആരോ ഒരാൾ ആ ബന്ധം കൊണ്ടുവന്നു, അത് പെട്ടെന്ന് കണ്ടു ഉറച്ചു, തീരുമാനമായി, കല്യാണം നടന്നു, ഖലാസ്. ആരൊക്കെ വെച്ചിരിക്കണ്ടല്ലോ, അനുഭവങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലേ. ലിയഖ്ളി അല്ലാഹു അംറൻ കാന മഫ്ഊല യാ അബാ ഉമയ്യ. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് ബോധി പറയാലോ, അതിന് ലൈസൻസ് ഒന്നും അതിന് കണക്കൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ പറയണ്ട. അള്ളാഹു തീരുമാനിച്ചതോടെ നമ്മൾ യോജിച്ചു, അത്രയേ ഉള്ളൂ. നമ്മൾ രണ്ടുപേർക്കും കുഫു ഉള്ള മറ്റാളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിലൊക്കെ. ഫത്തഖില്ലാഹ ഫിയ വംതസിൽ ഖൗലല്ലാഹ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത്, നിങ്ങൾ എൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഓർക്കണമേ.
അള്ളാഹു പറഞ്ഞ ഖൗല് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്താണ്? ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. അതുകൊണ്ട് നമ്മൾ നല്ല നിലക്ക് ജീവിച്ചു പോവുകയാണെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങൾ എന്നെ ചേർത്ത് പിടിക്കണം. ഔ തസ്രീഹും ബിഇഹ്സാൻ, ഇല്ലെങ്കിൽ നല്ല നിലക്ക് എന്നെ ഒഴിവാക്കി തന്നേക്കണം. ഇത് തൊലാക്ക് ചൊല്ലുമില്ല, കൂടെ ജീവിക്കുന്നുമില്ല, ബുദ്ധിമുട്ടാക്കലുമാണ്. അങ്ങനെ വേണ്ട. എനിക്ക് വേറെ പോയിട്ട് വേറെ കല്യാണം കഴിക്കാമല്ലോ, നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കാം. അതുകൊണ്ട് നല്ല നിലക്ക് മഅറൂഫോടുകൂടെ നമ്മൾ ഒരുമിച്ച് ജീവിച്ചു പോകണം. ഇല്ലേ നമുക്ക് നല്ല നിലക്ക് പിരിയണം. എന്നല്ലാതെ കയറില്ലാണ്ട് കെട്ടിയിടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ന് തൊലാക്ക് ചൊല്ലാതെ ബുദ്ധിമുട്ടാക്കുക, തൊലാക്ക് ചൊല്ലേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരുമിച്ച് ജീവിച്ചു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ അവിടുത്തെ ഖൈറു ത്വലാഖു മർറതാൻ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. അതിൽ അല്ലാഹു തആല മനുഷ്യന് വെച്ചൊരു വഴിയാണ്. ഒരു പക്ഷേ അതിൽ അല്ലാഹു വെച്ചിട്ടുള്ള ഖൈർ വളരെ വലുതായിരിക്കും. ഒരു കല്യാണം മുടങ്ങി അടുത്തൊരു കല്യാണത്തിലേക്ക് പ്രവേശിച്ചു, അത് വളരെ ഖൈറായിരിക്കും, സന്തോഷദായകമായിരിക്കും. ചിലപ്പോൾ അതിലും പരാജയപ്പെട്ട് മൂന്നാമത് കല്യാണം കഴിച്ചെന്ന് വരും. അതും കഴിഞ്ഞ് നാലാമത്തതിലെത്തി സമാധാനം കണ്ടെത്തിയ വിഷയങ്ങൾ എനിക്കറിയാം. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അങ്ങനെയാണ്. അത് നമ്മളെ ഒരു ഡിസിപ്ലിൻ ചെയ്യാനും നമ്മുടെ മനസ്സിനെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്യാനും ഇത്തരം അനുഭവങ്ങൾ സാധ്യമാകാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഖൈർ ചെയ്യട്ടെ. സുമ്മ ഖഅദത്, ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ട് ഭാര്യ അവിടെ ഇരുന്നു. അങ്ങനെ ശുറൈഹുൽ ഖാദി തങ്ങൾ പറയാതുകൊണ്ട് ഞാനും ഒരു പ്രസംഗം നടത്താൻ നിർബന്ധിതനായി. അങ്ങനെ ഞാനും അവിടെ എഴുന്നേറ്റ് നിന്നു. ഓഡിയൻസ് ഒരാളെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് മുഹമ്മദുഹു വനസ്തഈനുഹു, സ്വലാത്തും ഹംദൊക്കെ ചൊല്ലി പറഞ്ഞു, അമ്മാ ബഅദ് ഫഖദ് ഖുൽതി കലാമൻ ഇൻ തസ്ദഖി ഫീഹി വതത്ബുതി അലൈഹി യകുൽ ലകി ദുഖറൻ വഅജ്റാ. നിങ്ങൾ ഈ പറഞ്ഞത് വളരെ മനോഹരമായ വാക്കുകളാണ്. ഈ വാക്കുകളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ആ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ഇത് നിങ്ങൾക്ക് നാളെ ഒരു മുതൽക്കൂട്ടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലവും കിട്ടാൻ കാരണമാണ്. ഇത് നിങ്ങൾ പറഞ്ഞുപോയി പക്ഷേ ചെയ്തില്ല എങ്കിൽ ഇത് നിങ്ങൾക്കെതിരായ, ഭാര്യയോട് പറയാം, നിങ്ങൾക്കെതിരായ തെളിവായിട്ട് വരും. കാരണം എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്നല്ലേ പറയുന്നത്. അത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. എന്നിട്ട് പറഞ്ഞു, വഹിബ്ബു ഖദാ വഖദാ, എനിക്ക് ഇന്നതിന്നതൊക്കെ ഇഷ്ടമാണ്. വഅക്റഹു ഖദാ വഖദാ, എനിക്ക് ഇന്നതിന്നത് ഇഷ്ടമല്ല. അദ്ദേഹത്തിൻ്റെ അയൽപക്കങ്ങളിലും അകന്ന കുടുംബങ്ങളിലും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ചില ബന്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ പോകണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേരിൽ അവർ പോയിട്ടില്ല എന്നാ. തൊട്ടടുത്ത കുടുംബമല്ല, അകന്ന ബന്ധുക്കളിൽ കുറച്ച് പ്രശ്നക്കാരും ഐബ് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, അവിടെ ഒന്നും പോവണ്ട എന്ന് പറഞ്ഞു. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വമാ വജത്തി മിൻ ഹസനത്തിൻ ഫൻശുരിഹാ, ഞാനും നിങ്ങളും തമ്മിലുള്ള ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ആ നന്മ നീ എന്ത് ചെയ്യണം? പറയണം. അത് നിൻ്റെ ഉമ്മയോട് പറഞ്ഞോ, നിൻ്റെ ആങ്ങളമാരോട് പറഞ്ഞോ, ഉപ്പയോട് പറഞ്ഞോ, നിൻ്റെ വീട്ടുകാരോട് പറഞ്ഞോ. ഖൈറാൻ. വമാ വജത്തി മിൻ സയ്യിഅത്തിൻ ഫസ്തുരിഹാ, ഞാനും നീയും തമ്മിലുള്ള ജീവിതത്തിൽ ചില വിഷമങ്ങളുള്ള കാര്യങ്ങളുണ്ടാവും. ഫസ്തുരിഹാ, അത് നീ മറച്ചു വെക്കണം, സിത്റു ചെയ്യണം. നമ്മുടെ വിഷയം എവിടെയാണ് കിടക്കുന്നത്? ഫസ്തുരിഹാ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ വലുതായി ത്വലാഖിലും അടിപിടി കശവിഷയിലും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങളിലുമൊക്കെ എത്തിപ്പെടുന്നത് ചെറിയ വിഷയങ്ങൾ മറച്ചു വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ വീട്ടിലേക്ക് ഉമ്മാൻ്റെ അടുത്ത് തിരിച്ചു ചെല്ലുമ്പോൾ, കണ്ണൂർക്കാരോടല്ല, അവിടെ തന്നെ ആയിരിക്കും, തിരിച്ചു ചെല്ലുമ്പോൾ ഒരു കണ്ണീരും ഒരു മുഖത്തൊക്കെ ഒരു കനവും. അപ്പോൾ ഉമ്മ, എന്തേ മോളെ, എന്തേ പറ്റിയത്, എനിക്ക് എന്തെങ്കിലും വിഷമം അവിടെ ഉണ്ടോ? ചില ഉമ്മാരെങ്ങനെയാണ്, ഉണ്ടെങ്കിൽ പറയണ്ടോ, ഞാൻ അപ്പോൾ വരും, വണ്ടി എടുത്ത് വരും. അങ്ങനെ നല്ല പറയേണ്ടത്. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ മോളെ അള്ളാഹുവിനോർത്ത് ക്ഷമിക്കണം, വിഷമങ്ങളൊന്നും ഇല്ലാത്ത വീടുണ്ടാവില്ല. മനുഷ്യന്മാരാരും പെർഫെക്റ്റ് അല്ലല്ലോ മോളെ, നീ ഒരു പെർഫെക്റ്റ് ഭാര്യ ആയിക്കൊള്ളുന്നില്ല, നിൻ്റെ ഭർത്താവും പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് നിങ്ങൾ തമ്മിൽ ബെഡ്റൂമിൽ അങ്ങ് പറഞ്ഞു തീർക്കണം. അത് വീട്ടിൽ വന്ന് പറയുമ്പോൾ ഉമ്മയായി എനിക്കും വാപ്പയായി നിൻ്റെ ഉപ്പാക്കൊക്കെ വിഷമാവും എന്ന് പറയേണ്ടതിൻ്റെ പകരം ഉമ്മാരെന്താ പറയാ, എന്തെങ്കിലും ഉണ്ട് അപ്പോൾ വിളിക്കണുണ്ട്, നമ്പറില്ലേ, അല്ലെങ്കിൽ വാപ്പാനെ വിളിക്കണില്ല. പിന്നെ കുട്ടി കുരങ്ങനെ എണി വെച്ചു കൊടുക്കലല്ലേ, പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങൾ തന്നെ ഒരു കുരങ്ങനാണ്. ആ കുരങ്ങനെ പിന്നെ എണി വെച്ചുകൊടുത്ത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ കുടുംബ പ്രശ്നങ്ങളാണ്, പരിഹരിക്കാൻ കഴിയില്ല. പല കുടുംബ വിഷയങ്ങളും നമ്മളൊക്കെ അത് അങ്ങനെ ഇടപെടുന്ന ഒരു ആളായതുകൊണ്ട് പറയാണ്, പല കുടുംബ വിഷയങ്ങളിലും വിഷയങ്ങൾ വഷളാക്കുന്നത് ഭാര്യമാരുടെ ഉമ്മമാരാണ്.
അതിലപ്പുറം വീട്ടിലെ ഉമ്മ വാപ്പയും വാപ്പ ഉമ്മയാകുന്ന വീടുകളുണ്ട്. വാപ്പാക്ക് ഒരു റോളും ഇല്ല, വാപ്പ ഒരു കടലാസ് പുലിയാണ്, ഉമ്മയാണ് അവിടുത്തെ പുപ്പുലി. അങ്ങനെ പിന്നെ വീട് നശിക്കും. ഉമ്മക്കറിയില്ല എന്താണ് ഖൈർ ചെയ്യേണ്ടത്, അതറിയാത്ത ഉമ്മമാർ, മക്കൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മമാർ. മക്കൾ തെറ്റ് ചെയ്താൽ മോളെ നീ ചെയ്ത് തെറ്റാണെന്ന് പറയണം, നന്മ ചെയ്താൽ നന്മയാണെന്ന് പറയണം, അത് മരുവൻ ചെയ്താലും മരുവനോടും പറയണം. നമ്മൾ തെറ്റ് തിരുത്തേണ്ടവരാണ് എന്നല്ലാതെ കണ്ണും ചിമ്മിയിട്ട് എൻ്റെ മക്കൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, എൻ്റെ മോളുടെ പക്ഷമാണ് ശരി, അങ്ങനെയല്ല പറയേണ്ടത്. എന്തെങ്കിലും എന്തെങ്കിലും സയ്യിഅത്ത് നിങ്ങൾ കണ്ടാൽ ഫസ്തുരിഹ, നിങ്ങൾ മറച്ചു വെക്കണം. മറച്ചു വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ക്വാളിറ്റിയാണ്, അത് വലിയ ക്വാളിറ്റിയാണ്. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ആരോടും പറയാതെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന നിങ്ങളുടേതല്ലാത്തൊരു രഹസ്യം ഉണ്ടെങ്കിൽ അത് കൈപ്പൊക്കിയാട്ടെ. വേറൊരാളുടെ രഹസ്യം നിങ്ങൾക്കറിയാം, എന്നിട്ട് നിങ്ങളത് ആരോടും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ കൽബിൽ മാത്രമാണ്. നിങ്ങളുടെ സ്വകാര്യമല്ലേ, അത് പലർക്കുണ്ടായിരിക്കാം. മറ്റൊരാളിൻ്റെ സ്വകാര്യം നിങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങളത് ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ ഉദ്ദേശമില്ല. 2, 3, 4, 5, 6, 7, 8, 9, 10, മാഷാ അല്ലാഹ്, 11, 12, അങ്ങനെ തന്നെ കിടക്കട്ടെ, അതിൻ്റെ സുഖമുണ്ട്. മുഅ്മിനായ മനുഷ്യന് അതിലൊരു ആനന്ദമുണ്ടെന്ന് നമ്മൾ അറിയുന്ന ഒരു ഐബ്, ഒരു മനുഷ്യൻ്റെ ഐബ് പറയാതിരിക്കാം. എന്താ അതിൻ്റെ വലിയ ഗുണം എന്നറിയോ? സതറഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു നമ്മുടെ ഐബുകൾ അള്ളാഹു മറച്ചു വെക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സിത്തീറാൻ, അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്. സുബ്ഹാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നി അക്റഹുൽ മർഅ തഖ്റുജു മിൻ ബൈതിഹാ തഷ്തകി അലാ സൗജിഹാ. ഇന്നി അക്റഹുൽ മർഅ, ഒരു പെണ്ണിനെ എനിക്ക് വെറുപ്പാണ്. നബി, ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത ഇത്തരം പെണ്ണുങ്ങളിൽ നമ്മൾ പെണ്ണുങ്ങളാരും പെട്ടുപോകാൻ പാടില്ലേ. ഇന്നി അക്റഹുൽ മർഅ. ഖുർആൻ ക്ലാസ്സിനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാണ്. ഇന്നലെ ഒരാൾ എനിക്ക് വിളിച്ച് പറഞ്ഞു, ഉസ്താദേ പിന്നെ അസ്മാഉൽ ഹുസ്നൻ്റെ ക്ലാസ് ഇങ്ങനെ വളരെ ഉപകാരപ്പെടുന്നുണ്ട്, നാട്ടിലൊന്നും അങ്ങനെയൊന്നും ക്ലാസ് എടുക്കുന്നില്ലല്ലോ ഉസ്താദ്മാരൊന്നും, അസ്മാഉൽ ഹുസ്നൊന്നും ആരും ക്ലാസ് എടുക്കാറില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നിർത്തണം എന്നപ്പോൾ നമ്മുടെ അഡ്മിൻസൊക്കെ പറയണത് പറഞ്ഞു. അപ്പോൾ ഒരു വേലായിട്ട് പറയണം പറഞ്ഞു, ഉസ്താദേ വേലിൻ്റെ ശൈലി അത് വേറെയാ, ക്ലാസ്സിൻ്റെ ശൈലി ഒന്ന് വേറെയാ. ആ ക്ലാസ്സിനിരിക്കുന്നത് ക്ലാസ് കേൾക്കാനാണ്. ആ ക്ലാസ്സിൽ ഇരുന്ന് പറയുന്നതും അവിടെ ചർച്ച ചെയ്യുന്നതും വേലായി പറയുമ്പോൾ അത് രസം കിട്ടൂല. അത് പിന്നെ പുറത്ത് വേറെ വേല പരിപാടി വേറെ വെക്കാം, ക്ലാസ്സായിട്ട് തന്നെ പോയിക്കോട്ടെ, അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതിന് ശരി തന്നെയല്ലേ അത്? അങ്ങനെയാണ്. വേലായിട്ട് ഈണവും രാഗവും കേൾക്കാൻ ഇരിക്കുന്ന പോലെയല്ല നമ്മളൊരു വിഷയം പഠിക്കാനിരിക്കുമ്പോൾ. ക്ലാസ് എടുക്കുന്ന ഉസ്താദ്മാരൊന്നും ക്ലാസ്സിൽ വേദം അറിയില്ല, ദർശനം അതൊക്കെ പുറത്തെ സ്റ്റേജ് ഇട്ടുമ്പോഴേ പറയുള്ളൂ. ക്ലാസ് റൂമിൽ എങ്ങനെ വേദം പറയാം? ഇന്നി അക്റഹുൽ മർഅ, ക്ലാസ് ഉപകാരപ്പെടണമെന്ന് അദ്ദേഹം പറയണം. അങ്ങനെ ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് പറയായിരുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചറിയാനും അള്ളാഹുവിൻ്റെ ജലാലിയത്ത് മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ച് അറിയുമ്പോൾ നമുക്ക് അള്ളാഹു ആരാന്ന് ശരിക്കും ബോധ്യപ്പെടല്ലേ, നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹുവർക്കും നമുക്കും എല്ലാവർക്കും അള്ളാഹു ഇത് ഉപകാരപ്പെടുത്തട്ടെ. പറയണത് ക്ലാസ്സിന് വരുമ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമുക്കൊക്കെ ജീവിതത്തിലേക്ക് എടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ഖൈറാണെന്ന് പറഞ്ഞാൽ ഖൈറിലേക്ക് നമ്മൾ ഓടി വരണം, ഷർറാണെന്ന് പറഞ്ഞാൽ വഴിക്ക് നമ്മൾ വരാൻ പാടില്ല. ഇന്നി അക്റഹുൽ മർഅ, ഒരു പെണ്ണിനെ എനിക്ക് വെറുപ്പാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ. ഏത് പെണ്ണാണത്? തഖ്റുജു മിൻ ബൈതിഹാ തഷ്തകി അലാ സൗജിഹാ, തൻ്റെ ഭർത്താവിൻ്റെ കൂടെ വീട്ടിൽ ജീവിച്ചിട്ട് ആ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഭർത്താവിനെ കുറിച്ച് പരാതി പറയും, കംപ്ലൈൻറ്റ് പറയും. അങ്ങനത്തെ പെണ്ണിനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യൻദുറുല്ലാഹു ഇലാ ഇംറഅത്തിൻ ലാ തഷ്കുറു ലിസൗജിഹാ വഹിയ ലാ തസ്തഗ്നി അൻ. അല്ലാഹു തആല ഒരു പെണ്ണിലേക്ക് അവൻ്റെ കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം അല്ലാഹു നോക്കില്ല. ഇങ്ങനത്തെ പെണ്ണ് ലാ തഷ്കുറു ലിസൗജിഹാ, തൻ്റെ ഭർത്താവിനോട് നന്ദി പറയാത്ത പെണ്ണ്, ഭർത്താവിനോട് ഉപകാരം ചെയ്ത് നന്നായിട്ടോ, എനിക്കത് വലിയ റാഹത്തായി, എനിക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് നന്ദി ഉണ്ട് കേട്ടോ, അള്ളാഹു കൂലി തരട്ടെ എന്ന് ഉപകാരങ്ങൾക്ക് നന്ദി പറയാത്ത പെണ്ണ്. വഹിയ ലാ തസ്തഗ്നി അൻ, അവൾ ജീവിക്കുന്ന അവൻ്റെ കൂടെയാണ്, ആ ഭർത്താവില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റൂല. അങ്ങനത്തെ പെണ്ണ്. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു തരത്തിൽ വല്ലാത്തൊരവസ്ഥയാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പുറത്തു പോകും, പിന്നെ വീട്ടിൽ നിന്ന് പുറത്താണ്. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നാൽ അവിടെ പെങ്ങന്മാരും വേറെ
സിബ്ലിങ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോ അത് കയറി വന്ന പെണ്ണ, അങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതാണെന്ന് അവർ പറയാം. അങ്ങനെ പറയാൻ പാടില്ലേ. അവിടെ വീട്ടിൽ നിന്നാണെങ്കിലോ പുറത്ത് പോകുന്നതും ചെയ്തു, കല്യാണം കഴിഞ്ഞ് പോകുന്നു. ഇവിടെയാണെങ്കിലോ വന്നുകൂടിയ ആളാണ്, അവൾ ഫോറിനറായിട്ടാണ് പിന്നെ കാലാകാലം ജീവിക്കുന്നത്. സുബ്ഹാന ജല്ല ജലാലു. വഹിയലാത്ത കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടെ ആശ്രയം ആരാ? ഭർത്താവാണ്. ഭർത്താവിൻ്റെ കൂടെ അവൾ ജീവിക്കുന്നത്. അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതും തിന്നാൻ കൊടുക്കുന്നതും മക്കളെ വളർത്തുന്നതും ഒക്കെ അവർക്ക് വേണ്ട ചെലവ് ചെയ്യുന്നതൊക്കെ ഭർത്താവാണ്. എന്നിട്ട് ഭർത്താവിനെ സംബന്ധിച്ച് പരാതി പറയാം. ഉള്ള വിഷയം തന്നെ പരാതി പറയാമെന്ന് പറഞ്ഞാൽ, ഇല്ലാത്തത് പറഞ്ഞാൽ കളവ്, പച്ചക്കളവ്, നുണ പറഞ്ഞുണ്ടാക്കുക എന്നല്ലേ. ഉള്ള വിഷയങ്ങൾ തന്നെ പരാതി പറയാൻ പാടില്ല തൻ്റെ ഭർത്താവിനെ കുറിച്ച്. എത്ര നല്ല ഡിസിപ്ലിനാണ് ഇതൊക്കെ. നമ്മുടെ ശറ പറയാൻ നോക്കൂ. ഈ ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ കുടുംബജീവിതം ഉണ്ടാവില്ല, വലിയ പ്രയാസമായിരിക്കും. ഭർത്താക്കന്മാരും അങ്ങനെ ചെയ്യേണ്ട ഭാര്യമാരോട്. അവർക്ക് പല വിഷയ കഥ പറയാനുണ്ടാവും, ഒരുപാട് പരാതികൾ പറയാനുണ്ടാവും. സാരല്ലടി, ഇത് ഉമ്മയല്ലേ ഉപ്പയല്ലേ, നീ കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വിചാരിച്ചേക്ക്. എന്നല്ല അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അവിടെ എന്ത് ചെയ്യണ്ട, സ്ക്രൂ പിരി കയറ്റണ്ട, എന്ത് ചെയ്താൽ മതി, അതങ്ങ് ലൂസാക്കി വിടുക. സാരമില്ല, വിഷയമാക്കണ്ട, ഞാൻ അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലെടുത്തിട്ടില്ല, ഞാനല്ലേ നിൻ്റെ ഭർത്താവ്, എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, പിന്നെ എന്തിനാ നീ പേടിക്കണത്, അതങ്ങ് വിട്ടേക്ക്. ഇത്ര പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. പലതും പറയാതിരുന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിങ്ങനെ മായ്ച്ചു കളയുന്നതാണ്. ക്ഷമിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അല്ലാഹു തആല ഇത് മായ്ച്ചു കളയും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കില്ല എന്ന് പറയുന്ന പെണ്ണാരാ? ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഭർത്താവിനെ കുറിച്ച് പരാതി പറയുകയും പിന്നെ ആ ഭർത്താവിനോട് നന്ദി പറയാതിരിക്കുക. ലാ തഷ്കുറു സൗജിഹ. അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ആകുമ്പം പ്രത്യേകിച്ച് പല വിഷയങ്ങളുണ്ടാവും. അങ്ങനെ കല്യാണം നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ലീവിലല്ലേ നമ്മൾ പോയത്, അത് മറന്നിട്ടുണ്ടാവും. അന്ന് എത്രയാണ് ടിക്കറ്റ് എടുത്തത്, അത് മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ പറയും, നിങ്ങൾ എന്തായാലും ഒരു കല്യാണത്തിന് ഞാൻ കൂടല്ല, ഒരു ഫംഗ്ഷന് എനിക്ക് കൂടാൻ പറ്റുന്നില്ല, ഞാനിവിടെ കെട്ടിയിട്ട പോലെ ആയിപ്പോയില്ലേ. അപ്പോൾ എത്രയോ നന്മകൾ കഴിഞ്ഞു പോയ എത്രയോ ഹൈറുകൾ ഉണ്ടാവും, അതൊക്കെ മറന്നിട്ടുണ്ടാവും. ഇനി നാട്ടിലാണെങ്കിൽ തന്നെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചില്ല എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ, ഞാൻ എപ്പോഴും പഴയതിട്ടിട്ടല്ലേ പോകുന്നത്. എവിടെ വാർഡ്രോബിൽ ഒരുപാടുണ്ടായിരിക്കും ഡ്രസ്സുകൾ, പക്ഷെ ഓർമ്മ ഉണ്ടാവില്ല. ഇതൊക്കെ ആര് വാങ്ങിച്ചെന്നതാ? എൻ്റെ ഭർത്താവ് വാങ്ങിച്ചെന്നാണ്. ലാ തഷ്കുറു ലി സൗജിഹ. ഒരു നന്ദി എന്ന വാക്ക് പറയില്ല, ഭർത്താവിനോട് നന്ദി പറയില്ല. ചിലർ അത് എൻ്റെ അവകാശമാണെന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഭർത്താവ് ഉപകാരങ്ങൾ ചെയ്തത് എൻ്റെ അവകാശമാണ്. ഞാൻ അങ്ങനെ ഒരു വിഷയത്തിൽ ഡീൽ ചെയ്തിരുന്നു. അപ്പോൾ ആ പെണ്ണിനെ സംബന്ധിച്ചുള്ള പ്രശ്നം അതാണ്. എന്ത് ഭർത്താവ് ചെയ്താലും അതിന് നിങ്ങളെ ഔദാര്യമൊന്നുമല്ലല്ലോ, എൻ്റെ അവകാശമല്ലേ. അങ്ങനെ അവകാശമൊന്നുമില്ല. പട്ടിണി കിടക്കാണ്ട് ജീവിച്ചു പോവുക, അവർത്ത് മറക്കാനുള്ള വസ്ത്രം കൊടുക്കുക, പെരുന്നാൾക്ക് 2 ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, 2 പെരുന്നാക്കും, ഇതോടുകൂടെ തീരും. ബാക്കി ഒരാൾ ചെയ്യുന്ന ഫضല് തന്നെയാണ്. മിനിമം സർവൈവലിന് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും താമസവും ഇത് ഭർത്താവിന് നിർബന്ധമാണ്. പക്ഷെ അങ്ങനെയൊന്നല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത്. എത്രയോ ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂലേ, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂലേ, അതൊക്കെ ഔദാര്യമാണെന്ന് വിചാരിക്കാൻ നിന്നാൽ ലാ തഷ്കുറു ലി സൗജിഹ. ഭർത്താവിന് ശുക്ർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരിക്കലും ആവരുത്. ആരും അപ്രീസിയേഷൻ ഇഷ്ടപ്പെടും. ഒരു ചെറിയൊരു കാര്യം ചെയ്താലും നന്ദി കേട്ടോ, ഉപകാരം, ജസാക്കല്ലാഹു ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ ചെയ്യട്ടെ, വലിയ ഉപകാരമായി എന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് ആരുമില്ല. മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ്. ചെറിയ മക്കൾ പ്രത്യേകിച്ചും. ചെറിയ കുട്ടിയോടൊക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞാൽ, എൻ്റെ ചെറിയ മോൾ 5 വയസ്സല്ല, അവൾ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്താ താങ്ക് യു പറഞ്ഞിട്ടില്ലല്ലോ എന്ന്, താങ്ക് യു പറയണമെന്ന്, അതാ താങ്ക് യു, യു വെൽക്കം എന്ന് പോയി. അപ്പോൾ അവർ ആ താങ്ക് യു പറയാനും അത് നന്ദിയുണ്ട് എന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും ചെയ്യപ്പെടാനും അള്ളാഹു മനുഷ്യൻ്റെ മനസ്സുകൾ അങ്ങനെ പഠിച്ച കൊച്ചുമക്കളടക്കം. അപ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇതൊരു വലിയ ക്വാളിറ്റിയാണ്. ഒരു ചായ കുടിച്ച് മിനിമം ഒരു കഫ്തീരിയെന്ന്, ചിലപ്പോൾ ഒരു ചായ വരെ എന്തുണ്ടാവില്ല, എന്നാലും ചായ കുഴപ്പമില്ല കേട്ടോ, അത്ര പറയാലോ, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഈ ചായ ഒരു വ്യത്യസ്തമായ രുചിയാണല്ലോ. ആ ചായ ഉണ്ടാക്കുന്ന ആൾക്ക് അന്ന് പെരുന്നാളായിരിക്കും. കാരണം ആരും അങ്ങനെ പറയുന്നുണ്ടാവില്ല. മുതലാളി 10 ചീത്ത പറയലായിരിക്കും. അതിനിടയ്ക്ക് നിങ്ങൾ വന്നിട്ട് നല്ല ചായയാണെന്ന് പറഞ്ഞ് പിന്നെ മുമ്പ് ഉണ്ടാക്കുന്ന ചായ നന്നാവണമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ചെയ്യും. അത് ഇത് പിടിച്ച് ഇതെന്ത് ചായയാണ് എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ്റെ എല്ലാ മാനവീയാത്തും നഷ്ടപ്പെട്ടു പോയി. അപ്രീസിയേഷൻ ഭയങ്കര സംഭവമാണ്. അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴേ മക്കൾ തന്നെ പഠിക്കുള്ളൂ. നമ്മളൊക്കെ പ്രൈസ് ചെയ്യണമെന്നാണ് പറയാം. മക്കൾ എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ അഭിനന്ദിക്കണം എന്നാണ്. അപ്പോഴേ അവർ കൂടുതൽ മുന്നോട്ട് പോവുള്ളൂ. നമ്മളിങ്ങനെ A+ കിട്ടിയിട്ടില്ല, അപ്പോൾ A കിട്ടിയില്ല, അൽഹംദുലില്ലാ,
നമുക്ക് ഇരുന്നുണ്ട് A+ എന്നൊക്കെ പറയാൻ ഭയങ്കര രസമാണ്. ഈ കുട്ടികൾ എത്ര പഠിക്കണം എന്ന് പറയുന്നതിനൊക്കെ, എത്ര അധ്വാനിക്കണം. എല്ലാവർക്കും ഒരേപോലെ ബുദ്ധി ഉണ്ടാവുമോ, ഓർമ്മശക്തി ഉണ്ടാവുമോ? അപ്പം നമ്മളവരെ പ്രഷറൈസ് ചെയ്യാണ്. അവരെങ്ങാനും ഉമ്മാൻ്റെ പാപ്പാൻ്റെ SSLC ബുക്കിൽ കൊണ്ടുവന്നാട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പെടും. നമ്മളവരോട് A+ ഫുള്ള് കിട്ടണം എന്നൊക്കെ പറയുമ്പോഴേ അപ്രീഷിയേറ്റ് ചെയ്യുക. അവർ ചെയ്യുന്ന ചെറുതും വലുതുമായ നല്ല കാര്യങ്ങൾക്ക് അവരെ പ്രശംസിക്കുക. അങ്ങനെ പ്രശംസിക്കുകയോ അഭിനന്ദിക്കുകയോ നന്ദി പറയുകയോ ചെയ്യാത്ത ഭാര്യമാർ, അള്ളാഹു അവരിലേക്ക് അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കണം. അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കൽ നിർബന്ധമാണ്. കാരണം എന്തേ? ആ പെണ്ണിൻ്റെ ജീവിതം അവരേറ്റെടുത്തിരിക്കുകയാണ്. അവളുടെ സംരക്ഷണം, അവളുടെ സേഫ്റ്റി, അവളുടെ ഭക്ഷണം, അവളുടെ വസ്ത്രം, അവളുടെ താമസം എല്ലാം ആ ഭർത്താവിൻ്റെ ചുമലിലാണ്. ഭർത്താവ് ജോലിക്ക് പോകണം. ഭർത്താവ് ജോലിക്ക് പോകാൻ കഴിവുണ്ടായിരിക്കെ വീട്ടിലിരുന്ന് പെണ്ണെ നീ പൊയ്ക്കോ എന്ന് പറയാൻ പാടില്ല എന്നാ. കാരണം അവിടെ വാജിബ്, നഫഖ വാജിബായത് ആർക്കാണ്? ഭർത്താവിനാണ്, പെണ്ണിനല്ല. സുബ്ഹാനല്ലാഹ്. ഇന്നി അക്റഹുൽ മർഅത തഖ്റുജു മിൻ ബൈതിഹാ തശ്തകി അലാ സൗജിഹാ. അതുകൊണ്ട് മറ വേണം. നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഒക്കെ മറ വേണം, സുഹൃത്തുക്കളിൽ മറ വേണം. കാരണം പഠിക്കുന്ന കാലത്ത് ഒരുപാട് കുരുത്തക്കേടുണ്ടാവും. ചില മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ച പെൺകുട്ടികളൊന്നും കല്യാണം തന്നെ കഴിച്ചുകൂടാന്ന് പറയും, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചില മെഡിക്കൽ കോളേജുകളുണ്ട് നാട്ടിൽ, ചില കോളേജുകൾ വേറെ ഉണ്ട്, ഞാൻ പറയില്ല. അവിടെ നിന്ന് കല്യാണം കഴിക്കരുത്. എന്താ അവിടെ നടക്കുന്ന കുരുത്തക്കേട് അങ്ങനെയാണ്, അതെല്ലാവർക്കും അറിയാം. അത് ഒരുമിച്ച് പഠിച്ച ആളുകൾക്കറിയാം. അപ്പോൾ ഒരു പെണ്ണിന് ഹൈറായൊരു കല്യാണം, അവൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പുതിയണ്ണായിട്ട് സ്റ്റേജുമ്പോൾ കയറുമ്പോൾ നോക്ക് അവളൊക്കെ എനിക്കറിയാം, അത് പറയരുത്, ഐബാക്കലാണ്. കാരണം ഒരു മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കും, അല്ലേ? അള്ളാഹു മാപ്പാക്കി കൊടുക്കും. അത് പറയുന്ന നമുക്ക് അള്ളാഹ് മാപ്പാക്കി തന്നോന്ന് വല്ല ഉറപ്പുണ്ടോ? ആ മനുഷ്യനെ വേദനിപ്പിച്ചാൽ ആ മനുഷ്യനെ പൊരുത്തപ്പിടിക്കണ്ടേ, സിത്ർ ചെയ്യണ്ടേ? ഇപ്പം നമ്മൾ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളൊരു കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കുന്നൊരു ഫോട്ടോ ഇങ്ങനെ പ്രചരിപ്പിക്കുക. നമ്മളൊക്കെ ചിലപ്പോൾ പെടാറുണ്ട്. അങ്ങനെ ചില വീട്ടിൽ ചെല്ലുമ്പോഴേ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവരത് ചിന്തിക്കാതെ അപ്പോഴും ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരു ഫാമിലി, വാപ്പ ഉമ്മ മക്കളിരിക്കുകയാണ്. ശരിയാണ്, അവിടെ ഡിസ്റ്റൻസ് പാലിച്ചേ പറ്റൂ, അങ്ങനെ ഇരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അത് തങ്ങളുടെ ഫോൾട്ടാണോ ആ വീട്ടുകാരുടെ ഫോൾട്ടാണോ നമുക്കറിയോ? അറിയില്ല. തങ്ങൾ അള്ളാഹു എനിക്ക് പുറത്തരനെ പഠിച്ചോനെ ചോദിച്ചാൽ അള്ളാഹ് തങ്ങൾക്ക് പുറത്തെടുത്തിട്ടുണ്ടാവും. ഈ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്തവരെന്ത് ചെയ്യും? അവരെ കാര്യം ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അത് അള്ളാഹു തങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ പ്രശ്നമില്ല, തങ്ങളിൽ നിന്ന് പറ്റിയ തെറ്റാണെങ്കിൽ. ഈ പറയുന്ന ആളുകളും ഇത് എഴുതി വിടുന്നവരും അത് വെച്ചിട്ട് പിന്നെ കടന്നാക്രമണം ചെയ്യുന്നവരും അവർക്ക് എവിടെയാണ് ഈ പാപഭാരം കൊണ്ടുപോയി വെക്കുക? എന്നിട്ട് പിന്നെ അങ്ങനെ അതിന് കമൻ്റ് ഇട്ടുകൊണ്ടേയിരിക്കുക. അതിനെപ്പറ്റി ഇവരൊക്കെ വലിയ പുണ്യാളന്മാരായി പറയുന്ന ആളുകൾ. ഈ പറയുന്ന ആളുകൾ പുണ്യാളന്മാരാണോ? ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ പോലെ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. ആരായി എറിയണത്? പാപത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആൾക്കാരെ കല്ലെറിയുന്നത്. അത് ശരിയല്ല. ഒരു മനുഷ്യൻ്റെ സിത്ർ, അള്ളാഹു കൊടുത്ത സിത്റിനെ പൊളിക്കാൻ പാടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, നമ്മൾ വിഷയങ്ങൾ നടക്കുന്നത് കൊണ്ട് പറയാണ്. ആ മനുഷ്യൻ ചെയ്ത തെറ്റ് ഏത് മനുഷ്യനാണെങ്കിലും തൗബ ചെയ്ത് കഴിഞ്ഞ്, നേരത്തെ പറഞ്ഞില്ലേ, ദാഹിച്ചവന് വെള്ളം കിട്ടുന്നതിനേക്കാൾ, നഷ്ടപ്പെട്ടവന് സാധനം തിരിച്ചു കിട്ടുന്നതിനേക്കാൾ, എല്ലാറ്റിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു തആല ഹഫളത്തിൻ്റെ മലക്കുകളെ പോലും അത് മറപ്പിച്ചു കളയും, ഭൂമിയെ മറപ്പിച്ചു കളയും, കൈകാലുകളെ മറപ്പിച്ചു കളയും. അതിനെന്ത് മതി? ഒരു തൗബ മതി. ആ മനുഷ്യൻ ചെയ്ത തെറ്റിനെ മറ്റൊരാൾ എടുത്തു പറഞ്ഞാൽ, അയാൾ അതിനെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ താഴെ കമൻ്റ് ഇട്ട് കൊണ്ടുവന്നാൽ, അതിനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്താൽ, കോടാനുകോടി മനുഷ്യന്മാരുടെ കണ്ണിൻ്റെ മുമ്പിലൂടെ ഈ മനുഷ്യനെഴുതിയ കമൻ്റ് കണ്ടുപോയാൽ ഇത്രയും ആളുകൾക്ക് ഗീബത്ത് പറഞ്ഞു കൊടുത്ത കുറ്റം ഈ കമൻ്റ് ചെയ്ത ആൾക്കുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെ ചെറിയ വിഷയമാണോ? ഇത് പറഞ്ഞുകൊണ്ട് മെക്കിട്ട് കയറാ, പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഗീബത്താണ്. അത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. സിത്ർ വേണം. മുഅ്മിനീങ്ങളുടെ, മുനാഫിഖിൻ്റെ സ്വഭാവമാണ് ഒരു മനുഷ്യൻ്റെ ഐബെടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ. അത് മുനാഫിഖിൻ്റെ സ്വഭാവം. ഞാൻ ഖുർആനിലെ തെളിവ് കാണിച്ചു തരാം. മുനാഫിഖിൻ്റെ സ്വഭാവമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ തംസസ്കും ഹസനത്തുൻ തസ്ഉഹും വഇൻ തുസിബ്കും സയ്യിഅത്തുൻ യഫറഹു ബിഹാ
وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط. മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ശരിക്ക് ചെവി തുറന്ന് കേൾക്കണം നമ്മുടെ സൈബർ പോരാളികൾ. ഇൻ തംസസ്കും സയ്യിഅത്തുൻ ഇൻ തംസസ്കും ഹസനത്തുൻ തസുഉഹും. നിങ്ങൾക്കൊരു നന്മ വന്നാൽ, നിങ്ങൾക്കൊരു വിജയം വന്നാൽ, നിങ്ങൾക്കൊരു ഖൈർ വന്നാൽ, നിങ്ങൾക്ക് അല്ലാഹു ഒരു നിഅമത്ത് തന്നാൽ തസുഉഹും, മുനാഫിക്കുകൾക്കത് വെറുപ്പാണ്, അവർക്കത് വിഷമമാണ്. വഇൻ തുസിബുക്കും സയ്യിഅ, നിങ്ങൾക്കൊരു ഐബ് സംഭവിച്ചാൽ, നിങ്ങൾക്കൊരു മോശത്തരം സംഭവിച്ചാൽ, നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചാൽ, നിങ്ങൾക്കൊരു വിഷമമുണ്ടായാൽ യഫ്റഹു ബിഹാ, ആ പരീക്ഷണം കൊണ്ടവർ ആനന്ദിക്കും, ആഹ്ലാദിക്കും. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു ഐബ് വന്നാൽ സന്തോഷിക്കുന്നത് ആരാ? മുനാഫിഖാണ്. അതുകൊണ്ട് മുനാഫിഖീങ്ങളുടെ വട്ടത്തു നിന്ന് ഈമാനിൻ്റെ മുഅ്മിനീങ്ങളുടെ വട്ടത്തിലേക്ക് പുറത്തേക്ക് പോന്നേക്ക്, അതാ നല്ലത്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം, ഒരു മുസ്ലിമിന് ഒരു ഖൈർ വന്നാൽ ആ ഖൈറിൽ സന്തോഷിക്കും. അവർക്കൊരു വിഷമം, ഒരു തെറ്റ് സംഭവിച്ചു, നമ്മൾ വിഷമിക്കുകയാണ്, പടച്ചോനെ നീ അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. നമ്മൾ തെറ്റുകളെ ന്യായീകരിക്കുകയല്ല, ഒരിക്കലുമല്ല. പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചു പോയതിനെ ബാക്കിയുള്ളവരുടെ അടുത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റ് തെറ്റാണ്, അതിൻ്റെ സാഹചര്യവും അതിൻ്റെ മറുപടി ഒരു അള്ളാഹിനോട് പറഞ്ഞോളും. അവർക്കതൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. തെറ്റാണെങ്കിൽ അവർ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും. നമുക്കൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണ്? മുഅ്മിനിനൊരു ഖൈർ വന്നാൽ ആ ഖൈറിൽ നമ്മൾ സന്തോഷിക്കണം. മുഅ്മിനൊരു വിഷമം വന്നാൽ ആ വിഷമത്തിൽ നമ്മൾ വേദനിക്കണം. മുനാഫിക്ക് എങ്ങനെയാ? നമുക്ക് വിഷമം വന്നാൽ സന്തോഷിക്കും. നമുക്കൊരു ഐബുള്ള വിഷയം വന്നു, അത് പുറത്തുകിടും, അത് സെലിബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല. നിങ്ങൾ പറഞ്ഞു ഇൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്ത് ജീവിച്ചാൽ ലാ യദുറുക്കും കൈദുഹും ഷൈആ, അവരുടെ ഒരു ചതിയും നിങ്ങൾ കേൾക്കുകയില്ല. മുനാഫിക്കുകൾ അങ്ങനെ, നമുക്കൊരു ഷർറ് വന്നാൽ അത് സന്തോഷിക്കുന്നവരാണ്. മുനാഫിക്ക് എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ, പ്രത്യക്ഷത്തിൽ ഇസ്ലാം തന്നെയല്ല അവർ പറയാം, അവർ മുസ്ലിങ്ങൾ എന്നാ പറയാം. പക്ഷേ ഇത് മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ ക്ഷമിക്കുകയും അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ ലാ യദുറുക്കും കൈദുഹും ഷൈആ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, അവർ ചെയ്യുന്ന മുഴുവനും അല്ലാഹു ശരിക്കും അറിയുന്നവനാണ്. മുഹീത്ത് എന്ന് പറഞ്ഞാൽ ഈ ടേബിളിന് ചുറ്റും ഇങ്ങോട്ട് നടന്നിട്ട് ഇതിൻ്റെ ചുറ്റുവശത്തുമുള്ള കാര്യങ്ങളെ ബോധിച്ചാൽ എന്താ അവസ്ഥ? അതിനാണ് ഈ ഹാത്വത്ത് എന്ന് പറയാം. അല്ലാഹു ശരിക്കും വിഷയങ്ങളുടെ അടിസ്ഥാനവും അതിൻ്റെ വാലും തലയുമൊക്കെ റബ്ബിനതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം, അല്ലാഹുവിനതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അവരെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, അവരെന്താണ് അതിൽ ഉദ്ദേശിച്ചത്, എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ അല്ലാഹുവിനറിയാം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു നമുക്ക് സിത്ർ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമുക്ക് സിത്ർ നൽകട്ടെ. അല്ലാഹുവിൻ്റെ കമാലാണ്, അല്ലാഹുവിൻ്റെ കമാലാണ്. അല്ലാഹു യുദ്ഹിറുൽ ഹസന, അല്ലാഹു നല്ലത് മാത്രമാണ് പുറത്തേക്ക് കാണിക്കുന്നത്. വയസ്തുറുൽ ഖബീഹ്, മോശപ്പെട്ടത് അല്ലാഹു മറച്ചു വെക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ഐബുകൾ അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആരോടെ ഇരിക്കൂല. നമുക്കൊക്കെ ഐബുകളുണ്ട്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അല്ലാഹു യുദ്ഹിറുൽ ഹസൻ, അല്ലാഹു നന്മയെ പുറത്തു കൊണ്ടുവരാൻ. വയസ്തുറുൽ ഖബീഹ്, മനുഷ്യൻ നീചനായി മാറുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? തിന്മകളെ പുറത്തു കൊണ്ടുവരും, നന്മകളെ മൂടിവെക്കും. ഒരു മനുഷ്യൻ ചെയ്ത നന്മ അത് നന്മയാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ആയിപ്പോവരുത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ സിത്തീർ എന്ന ഇസ്മുമായി നമ്മൾ അടുക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ആ സ്വഭാവം സിത്തർ മുഅ്മിനീങ്ങൾ തമ്മിൽ നിർബന്ധമായും പാലിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. ഒരാളുടെയും ഐബ് ഒരിക്കലും പറയരുത്. അതുകൊണ്ടാണ് ജേർണലിസത്തിന് ഒരു ഇസ്ലാമിക മാനമുണ്ട്. പത്രപ്രവർത്തനത്തിന് എല്ലാ ന്യൂസുകളും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരു മനുഷ്യനെ അപമാനിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരു ഇസ്ലാമിക് തരത്തിൽ നമ്മൾ ശരീഅത്തനുസരിച്ച് നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഐബ് വരുന്ന ഒരു ന്യൂസും, ഒരു മുഅ്മിനായ മനുഷ്യന് ഐബുണ്ടാവുന്ന ഒരു ന്യൂസും പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരു രാജ്യത്തിൻ്റെ നിയമം വേറെ ആയിരിക്കാം, ഞാനതല്ല പറയുന്നത്. പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം പാടില്ല. ഇപ്പം ഇവിടെയൊക്കെ ക്രൈം റിപ്പോർട്ടുകളൊന്നും വായിച്ചിട്ടുണ്ടോ? ആരാണ് ചെയ്ത ക്രൈം പറയും, ഇന്ന ക്രൈം നടന്നു, ഇന്ന നാഷണാലിറ്റി ഐഡൻറ്റിഫൈഡ് ആസ് NK, ആ പേരെന്താന്ന് പോലും അറിയില്ല. ഇങ്ങനത്തെ ഒരു എന്നിൽ തുടങ്ങുന്ന ഫസ്റ്റ് നെയിമും കെയിൽ തുടങ്ങുന്ന സർനെയിമുമുള്ള ഒരു ഇന്ന നാഷണാലിറ്റിക്കാരൻ ഒരാൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അത്രയേ പറയുള്ളൂ. നമ്മുടെ നാട്ടിൽ അഡ്രസ്സും അയൽവക്കക്കാരൻ്റെ പേരടക്കം കൊടുക്കും അല്ലേ. പിന്നെ അത് മാത്രമല്ല, ഏതെങ്കിലും അകന്ന ബന്ധത്തിൽ ഒരുത്തൻ തെറ്റ് ചെയ്താൽ അത് പിന്നെ മന്ത്രിൻ്റെയും മുഖ്യമന്ത്രിൻ്റെയും MLA-ൻ്റെയും ഒക്കെ തലക്ക വരിക. അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല.
ഒപ്പൊരു ഫോട്ടോ എടുത്ത ബന്ധം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അങ്ങനെ എന്ത് ചെയ്തു, അവരുടെ എളാപ്പാൻ്റെ പിന്നെ മരുവളെ ആങ്ങളയുടെ പെണ്ണുങ്ങളുടെ അനിയൻ ഇതൊക്കെ പറയാൻ പാടില്ല, ഐബ് ചെയ്യാൻ പാടില്ല. അത് വളരെ ടു അറ്റ്മോസ്റ്റ് സീക്രസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, അത് അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അല്ലാഹു സിത്തീറാൻ. ഇദാ ബുലീതും ബിൽ മആസി ഫസ്തതിറൂ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇദാ ബുലീതും ബിൽ മആസി, വല്ലാത്തൊരു ഹദീസാണ്. നിങ്ങൾ പാപങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ആ തെറ്റ് നിങ്ങളിൽ സംഭവിച്ചു പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു ബലായിൽ നിങ്ങൾ പെട്ടുപോയാൽ ഫസ്തതിറൂ, നിങ്ങൾ മറപിടിക്കണം. ആ തെറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്ത് കാണിക്കരുത്, അല്ലെങ്കിൽ ആരെയും പറഞ്ഞറിയിക്കരുത്. ആ തെറ്റ് നിങ്ങൾ വിളിച്ചു പറയരുത്. ഇസ്ലാമിൽ കുമ്പസാരമില്ല, ആരോടും കുമ്പസരിക്കേണ്ടതില്ല. നമ്മുടെ ദീനിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ഓരോ മനുഷ്യൻ്റെയും ഡിഗ്നിറ്റി അള്ളാഹു കാത്തു സൂക്ഷിക്കുകയാണ്. നമ്മൾ കുമ്പസരിക്കുക ആരോട്? അള്ളാഹു ജല്ല ജലാലുവിനോട്. ഒരു ഉസ്താദിനോട്, ഒരു തങ്ങളോടും ആരോടും പോയിട്ട് ഞാൻ എന്നെ തെറ്റ് ചെയ്തു, തെറ്റിൻ്റെ വിശദീകരണം കൊടുക്കാൻ പാടില്ല. മസ്അല അറിയേണ്ടതുണ്ട്, ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നാ പറയാം. എന്നല്ലാതെ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു, ഇങ്ങനെ എന്നോടൊക്കെ സംസാരിച്ചാൽ പറയിക്കോട്ടെ, എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു അത് പുറത്തു തരും, നിങ്ങൾ വിഷയം പറയും, വേറെ എന്താ വിഷയം ചെയ്യും. കാരണം അത് ഡീറ്റെയിൽസ് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തിന്? ഫസ്തതിറൂ ഇദാ ബുലീതും ബിൽ മആസി, തെറ്റുകളെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ ഫസ്തതിറൂ, നിങ്ങളത് സ്വകാര്യമായിട്ട് വെക്കണം. അത് തെറ്റുകൾ ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പരീക്ഷണത്തിൽ പെട്ടുപോയതാണ്. ഫസ്തതിറൂ, സിത്ർ പാലിക്കണം, നിങ്ങൾ മറ പാലിക്കണം. നിങ്ങളൊരിക്കലും പബ്ലിസൈസ് ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്യുന്നത് തെറ്റാണ്, ചെയ്ത തെറ്റിനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അത് പബ്ലിസൈസ് ചെയ്യുന്നത് വേറൊരു തെറ്റാണ്. ചെയ്ത തെറ്റിനേക്കാളും ഗുരുതരമാണ് മുജാഹറത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുണ്ട്, എൻ്റെ ഉമ്മത്തികൾക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ. മുജാഹിരീൻ, ജഹർ, മുജാഹിരീങ്ങൾക്കൊഴികെ. ഇപ്പൊ പറഞ്ഞു, തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാ നബിയെ മുജാഹിറൂൻ? ഇപ്പൊ പറഞ്ഞു, അവർ തെറ്റ് ചെയ്തത് അള്ളാഹു ആരെയും അറിയിക്കാതെ മറച്ചു വെച്ചിരുന്നു, പക്ഷേ അവരായിട്ടത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ നിന്ന് തെറ്റ് ചെയ്തടാ എന്ന് പറയുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. തൗബ ചെയ്താൽ പുറത്തു കൊടുക്കൂട്ടോ? തൗബ ചെയ്യാതെ തന്നെ അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. ആ ഒരു മാപ്പ് ഇത്തരക്കാർക്കൊന്നും ലഭിക്കൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇല്ലൽ മുജാഹിരീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما جزاء الذين يحاربون الله ورسوله ويسعون في الأرض فسادا أن يقتلوا أو يصلبوا أو تقطع أيديهم وأرجلهم من خلاف أو ينفوا من الأرض ذلك لهم خزي في الدنيا ولهم في الآخرة عذاب عظيم. ആർക്കാണ് ഈ എറിഞ്ഞുകൊല്ലുന്ന ശിക്ഷ? ആർക്കാണെന്നറിയോ? ആരെ എറിഞ്ഞുകൊല്ലേണ്ടത്? വ്യഭിചാരം ചെയ്ത മനുഷ്യൻ വിവാഹിതനാണെങ്കിൽ, ആണോ പെണ്ണോ, അവരെ എറിഞ്ഞുകൊല്ലും എന്ന് പറഞ്ഞാൽ അത് ആ ഒരു തെറ്റ് ചെയ്ത മുഴുവൻ ആളുകളെ അങ്ങനെ എറിഞ്ഞു കൊല്ലുമോ ശറഅയിൽ? അങ്ങനെയാണോ അതിൻ്റെ നിയമം? അല്ല. പിന്നെ ഇസ്ലാമിക കോടതിയുടെ മുമ്പിൽ ആ ചെയ്ത ആള് ഒന്നുകിൽ സ്വയം വന്ന് സമ്മതിക്കണം, ഇഖ്റാറും ബിദംബ്, തെറ്റ് ഞാൻ ചെയ്തു എന്ന് സ്വയം സമ്മതിച്ചു. ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ, 4 സത്യസന്ധരായ മനുഷ്യർ കണ്ണുകൊണ്ട് കാണെ ആ തെറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 4 ആള് പച്ചയിൽ കാണ ഒരു വ്യഭിചാരം ചെയ്തതിന് എറിഞ്ഞുകൊല്ലുന്ന ശിക്ഷ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മഹാന്മാർ പറയും, ഈ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ആളുകൾ അത് ചെയ്യരുത് എന്ന് പറയാൻ അള്ളാഹു പഠിപ്പിക്കാൻ ചെയ്ത നിയമമാണ്. അതിൻ്റെ ലക്ഷ്യം അതാണ്. അങ്ങ് തെളിയിക്കപ്പെട്ട ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. സ്വഹാബികളിൽ എറിഞ്ഞു കൊല്ലപ്പെട്ട മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഗാമിദിയത്തായ ഒരു പെണ്ണ്, ഇവരൊക്കെ എന്താ? സ്വയം വന്ന് സമ്മതിച്ചതാ. അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? 4 സത്യസന്ധന്മാരായ മനുഷ്യന്മാർ, ഇവരെ കള്ളുടിക്കുന്ന മനുഷ്യന്മാരല്ല, വ്യഭിചരിക്കുന്നവരും അല്ല, നല്ല സ്വാലിഹീങ്ങളായ നല്ല സത്യസന്ധരായ ഉദൂൽ, നീതിമാന്മാരായ 4 പേര് പച്ചയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ലിംഗപ്രവേശനം കാണണം. അതാണ് പറയാം.
രണ്ടുപേരും ഒരുമിച്ച് കടന്നു എന്ന് പറഞ്ഞാൽ അത് സാക്ഷിയല്ല. അവർ രണ്ടുപേരും റൂമിലേക്ക് പോകുന്നത് കണ്ടു, 80 അടി കിട്ടും പറഞ്ഞ ആൾക്ക്. രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാലും പറ്റൂല എന്നാ. പിന്നെന്താ, എന്താണോ വ്യഭിചാരം എന്ന ആ ക്രിയ പച്ചയിൽ കണ്ടു. അങ്ങനെ 4 ആളെ കാണിച്ചു ചെയ്യുന്ന ഒരു മനുഷ്യൻ ഫാജിറോ അല്ല, ഫാജിറല്ലാത്ത ആളോ? ഒരു ആസ്വിയും ഫാജിറുണ്ട്. തെറ്റ് ചെയ്യുന്ന ആള് ആസ്വി, തെറ്റ് പരസ്യമായി ചെയ്യുന്ന ആൾക്കാണ് ഫാജിർ എന്ന് പറയാം. റമദാനിൽ നോമ്പെടുക്കണില്ല, ആൾ ആസ്വിയാണ്, തെറ്റുകാരനാണ്. നേരെ വെച്ച് റമദാനിൽ നടുറോഡിൽ പട്ടാപ്പകലിൽ ചായ കുടിക്കുന്ന ആളാണ്, അയാൾ ഫാജിറാണ്. ലാ ഗീബത്ത ലിൽ ഫാജിർ. ആ ഫാജിറിനെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞാൽ കുഴപ്പമില്ലെന്ന്. കാരണം അള്ളാഹുവിൻ്റെ ഒരു നിയമത്തെ കാറ്റിൽ പറത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മോശക്കാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഗീബത്തിൻ്റെ കുറ്റുണ്ടാവില്ല എന്ന് ഫുഖാക്കൾ പറയും. നേരെ മറിച്ച് തെറ്റ് ചെയ്ത ആളാണ്, അയാൾ വീടിൻ്റെ ഉള്ളിലാണ്, അയാൾ നോമ്പെടുക്കുന്നില്ല, അയാൾ ആസ്വിയാണ്, തെറ്റുകാരനാണ്. ഫാജിറാകുന്ന എപ്പോഴാ? നാട്ടുകാരെ കാണിക്കുമ്പോഴാണ്. അതുകൊണ്ട് എല്ലാ വ്യഭിചാരം ചെയ്തവരും ശിക്ഷ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഹദ് നടപ്പാക്കപ്പെടുന്നില്ല. ആർക്കാ നടപ്പാക്കപ്പെടുന്നത്? ഫാജിറായ മനുഷ്യനാണ്. സ്വന്തം ശരീരത്തിൽ അങ്ങനെ ഒരു തിന്മ നടക്കുന്നത് മറ്റൊരാൾ കാണുന്നതെനിക്ക് വിരോധമില്ല എന്ന് വിചാരിച്ച് മിനിമം 4 പേർ, 3 ആളെ കാണിച്ചു പോരാ, 4 ആൾ വേണം മിനിമം. അങ്ങനെ 4 ആളെ പച്ചയിൽ കാണിച്ച് ചെയ്യാൻ മാത്രം ഒരു മനുഷ്യന് ഹിമ്മത്തുണ്ടെങ്കിൽ അയാൾ ഫാജിറല്ലേ? അള്ളാഹുവിനോട് റസൂലിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്നവരല്ലേ? അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ മാഇദയിൽ ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ശിക്ഷ എന്താണ്? വയസ്അഊന ഫിൽ അർളി ഫസാദ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യുന്നവർ. അൻ യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത്തഅ ഐദീഹിം വഅർജുലുഹും മിൻ ഖിലാഫ് ഔ യുൻഫൗ മിനൽ അർള്. 4 ശിക്ഷകളാണ്. ഒന്നുകിൽ അവർ കൊല്ലപ്പെടും, കുരിശിൽ തറക്കപ്പെടും, അവരുടെ കൈകാലുകൾ മുറിക്കപ്പെടും, മിൻ ഖിലാഫിൻ, വലത് കൈയും ഇടത് കാലും, ഔ യുൻഫൗ മിനൽ അർള്, നാട്ടിൽ നാട് കടത്തപ്പെടും. ഇങ്ങനെ ശിക്ഷകൾ നടപ്പാക്കപ്പെടുന്ന ആർക്കാണെന്നറിയോ? റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചു വരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു തെറ്റ് ഒരു മനുഷ്യൻ പരസ്യമായി ഒരു ഇസ്ലാമിക ശരീഅത്ത് നടപ്പാക്കപ്പെടുന്ന രാജ്യത്ത് ചെയ്യുകയും അത് ഇസ്ലാമിക കോടതിക്ക് മുമ്പിൽ എത്തുകയും ചെയ്താൽ നാട്ടുകാർ ശിക്ഷ നടപ്പാക്കാൻ പാടില്ല. നാട്ടുകാർക്ക് ഒരാളെയും ശിക്ഷിക്കാൻ അധികാരമില്ല. അത് ജഡ്ജിക്ക് മാത്രമാണ്, ഖാദിക്ക് മാത്രമാണ്. ഖാദി എന്ന് പറയുന്നത് വലിയൊരു പോസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ ഖാദി എന്ന് പറയുമ്പോഴൊന്നും ഈ ഒരു ഇസ്ലാമിക ഫിഖ്ഹിൽ പറയുന്ന ഖാദിയൊന്നും നമ്മുടെ നാട്ടിലില്ല. നമ്മുടെ നാട്ടിലെ ഖാദി എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിയമം നടപ്പാക്കലോ ശിക്ഷ നടപ്പാക്കലോ ഖാദിയർ ചെയ്യുമോ? ഇല്ല. ഖലാഇൻ്റെ നിയമം, ഖലാഇൻ്റെ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് പോലെ ഒച്ചപ്പാടുണ്ടാക്കുന്നവരൊന്ന് പഠിച്ചാൽ മതി. അത് നമ്മുടെ നാട്ടിലെ ഖലാവും നമ്മൾ ഫിഖ്ഹിൻ്റെ കിതാബിൽ പറയുന്ന ഖാദിയും അത് രണ്ടാണ്. വ്യത്യാസങ്ങളുണ്ട്, അതിന് വലിയ വ്യത്യാസങ്ങളുണ്ട്, ചെറുതല്ല. ഇസ്ലാമിക ജഡ്ജിനാണ് ഖാദി എന്ന് പറയാം. അതുകൊണ്ട് ഫിസ്ക് ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട്, അത് ഖുർആൻ പറഞ്ഞതാണ്. എന്തേ? അത് നാടിൽ കറപ്ഷൻ ഉണ്ടാക്കുകയാണ്. അവർ ഒരു വിഷയം പരസ്യപ്പെടുത്തുക എന്നത് വലിയൊരു തെറ്റാണ്. തെറ്റുകളെ പരസ്യം ഇന്ന് അത് വിഷയമില്ലാതെ ഒരു കൂളായിട്ട് ഒരു വിഷയമില്ലാതെ മാറിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വ്യഭിചരിക്കാൻ നമ്പർ കൊടുക്കുക, നമ്പറിൽ വിളിച്ചാൽ ആൾ റെഡിയാണ്, എവിടെ വെച്ചാൽ വരാം. ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും പരസ്യമായിട്ട് പറയാൻ പെണ്ണുങ്ങൾ, നമ്മളെ മലയാളികൾ. അത് അത്ഭുതം. എത്ര വലിയ ഡേഞ്ചറാണ് അതൊക്കെ. ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് ലജ്ജയും നാണവും ഇല്ലാതായി പോയാൽ നമ്മൾ മൃഗങ്ങളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? മനുഷ്യൻ്റെ സംസ്കാരം എവിടെ പോയി? ഇദാ ബുലീതും ബിൽ മആസി ഫസ്തതിറു, തിന്മകളെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ നിങ്ങളൊന്ന് മറപിടിക്കണേ, പരസ്യാക്കരുത്. ചെയ്തു പോകുന്ന തെറ്റുകളെ നിങ്ങൾ മറച്ചു വെക്കണം. മനുഷ്യൻ തെറ്റ് സംഭവിക്കും, അത് പരസ്യപ്പെടുത്തരുത്. 4 ആളെ മുമ്പിൽ ഫളീഹത്താക്കരുത്, നാണം കെടുത്താൻ പാടില്ല. കാരണം അത് അവരും അള്ളാഹും തമ്മിലുള്ള വിഷയമാണ്. അവർ തൗബ ചെയ്ത് മടങ്ങിയാൽ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായ മക്കളെ പോലെയാണ്. പറഞ്ഞ നിങ്ങളും പരസ്യപ്പെടുത്തിയ ആളുകളും അതിൽ പ്രതികളായി മാറും. ഈ തെറ്റ് ചെയ്ത ആളെ രക്ഷപ്പെടും, ബാക്കിയുള്ളവർക്ക് ഗീബത്തിൻ്റെ കുറ്റം ഭയങ്കരമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويوم يحشر أعداء الله إلى النار فهم يوزعون حتى إذا ما جاءوها شهد عليهم سمعهم وأبصارهم
سمعهم وأبصارهم وجلودهم بما كانوا يعملون وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء وهو خلقكم أول مرة وإليه ترجعون وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون وذلكم ظنكم الذي ظننتم بربكم أرداكم فأصبحتم من الخاسرين فإن يصبروا فالنار مثوى لهم وإن يستعتبوا فما هم من المعتبين ويوم يحشر أعداء الله അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നാളെ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. യൗമ യുഹ്ശറു അഅദാഉല്ലാഹ് ഇലന്നാരി ഫഹും യൂസഊൻ. നരകത്തിലേക്ക് പോകണമെന്ന് അള്ളാഹു നിശ്ചയിച്ച നരകത്തിലേക്ക് അള്ളാഹു കണ്ടം ചെയ്ത ആളുകൾ ദൈവനിഷേധികളാണ്. അള്ളാഹുവിൻ്റെ അസ്തിത്വം മനസ്സിലായിട്ടും ധിക്കാരം കൊണ്ട് അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞവരാണ്, അല്ലെങ്കിൽ ബഹുദൈവാരാധന ചെയ്തവരാണ്. അവർ സിറാത്ത് പാലത്തും കൂടെ വരെ പോകില്ലെന്നാണ്. കാരണം സിറാത്തിലൂടെ പോകുന്നത് മുഅ്മിനീങ്ങളാണ്, ഈമാനുള്ളവരാണ്. അതിൽ മആശി തെറ്റ് ചെയ്തവരും അല്ലാത്തവരൊക്കെ ഉണ്ട്. തെറ്റ് ചെയ്തവരാണ് അള്ളാഹ് പുറത്തു കൊടുത്തില്ലെങ്കിൽ മആദല്ലാഹ് ലാ സമഹല്ലാഹ് അതിൽ താഴെ വീഴുക, അല്ലാത്തൊരു സ്വർഗത്തിലേക്ക് പോകും. കാഫിരികളെ നേരെ മഹ്ശറിൽ തന്നെ നേരിട്ട് കൊണ്ടുപോവുക ചെയ്യുക. അതാണ് യൗമ യുഹ്ശറു വയൗമ യുഹ്ശറു അഅദാഉല്ലാഹ് ഹത്താ ഇദാ മാ ജാഊഹാ. അവർ നരകത്തിൻ്റെ അരികത്തേക്ക് വരികയും ചെയ്യുമ്പോൾ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും. അഅദാഉല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ശത്രുക്കളിൽ നിന്ന് പാപികളായ ഈമാനുള്ള പാപികളായ ആളുകളും അള്ളാഹുവിനോട് തൗബ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവരും ഇതിൽ പെടുന്നതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഷഹിദ അലൈഹിം സംഉഹും, അവരുടെ കാതുകൾ അവർക്കെതിരെ സാക്ഷി പറയും. കാതുകൾ നിങ്ങൾ എന്തിനാ കേൾക്കാൻ നിന്നത്? കേൾക്കാൻ നിൽക്കുക. ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും പല ഫിത്തിനും ഫസാദും പറയണത്. ഈ ഫസാദും ഫിത്തിനും പറയണത് എന്തിനാ കേട്ടിക്കണമെന്ന് എക്സിറ്റായി പോകുന്നൂടെ? ആ കേട്ട് നിൽക്കുന്നത് പറയുന്നതിന് തുല്യമാണ്. അൽ മുസ്തമിഉ ശരീകുൽ ഖായിൽ, പറയുന്നവന് തുല്യമാണ്. ഇങ്ങനെ വോയിസിട്ട് വിടൂലേ? ഫിത്തന പറയില്ലേ? ഉസ്താദന്മാരെ കുറിച്ച്, തങ്ങന്മാരെ കുറിച്ച്, സയ്യിദന്മാരെ കുറിച്ച്, ഈ ഉമ്മത്തിൽ ഫിത്തന ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾ. ആ വോയിസുകൾ കേൾക്കുന്നവൻ പറയുന്നവനെ തുല്യമാണ്. എന്താ ചെയ്യാൻ പറ്റുക? എക്സിറ്റായി പോരാ, അത്ര ചെയ്തൂടെ? മിണ്ടാണ്ട് കേട്ടിരിക്കുക. ഐബല്ലേ അത്? സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെ പറ്റി, കള്ളുടിയന്മാരെ കുറിച്ച് നാട്ടിൽ കഞ്ചാവും അതും കൊണ്ടുനടക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവരൊന്നും ഇവർക്ക് വിഷയമല്ല, അവരൊന്നും ഇവർ കണ്ടിട്ട് പോലുമില്ല. ദീനിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരവരുടെ ടാർഗറ്റ്. അവിടെ വല്ല കഞ്ചാവും വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി നന്നാക്കിയാൽ എത്ര ഹൈറായിരുന്നു. ആ മക്കൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ എത്ര ഹൈറായിരുന്നു. കേട്ടിരിക്കുന്നത് പറയുന്നവന് തുല്യമാണ്, കേൾക്കുന്നത് പറയുന്നവന് തുല്യമാണ്. അൽ മുസ്തമിഉ ശരീകുൽ ഖായിൽ. ഞാൻ ആ അഭിപ്രായക്കാരനല്ല, ഗ്രൂപ്പിൽ വലതും വരുന്നുണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ, നീ എന്തുകൊണ്ടാണ് ഇറങ്ങി പോകുന്നില്ല എന്ന് ചോദിക്കും. അത് വിർച്വൽ ഇറങ്ങിപ്പോകലാണ്. എന്നാലും പറ്റില്ലേ അത്? എന്തുകൊണ്ടങ്ങനെ കേട്ടു നിൽക്കുന്നു? ഷഹിദ അലൈഹിം സംഉഹും, അവരുടെ കാതുകൾ അവർക്കെതിൽ സാക്ഷി പറയും. പഠിച്ചവനെ, ഇത് ഒറ്റയ്ക്ക് കേൾക്കലായിരുന്നു പരിപാടി, മറുപടി ഒന്നും കൊടുക്കൂല, എന്നാലും ആ പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു. വഅബ്സാറുഹും, അവരുടെ കണ്ണുകൾ അവർക്കെതിൽ സാക്ഷി പറയും. വജുലൂദുഹും, അവരുടെ തൊലികൾ അവർക്കെതിരെ സാക്ഷി പറയും. ബിമാ കാനൂ യഅമലൂൻ. വഖാലൂ ലിജുലൂദിഹിം, അപ്പോൾ പ്രതികളായ ആളുകൾ അവരുടെ തൊലികളോട് പറയും, ലിമ ശഹിദും അലൈനാ, നിങ്ങൾ എന്തിന് ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത്? നിങ്ങളെ നരകത്തിൽ വീഴാതിരിക്കാനല്ലേ ഞാൻ ഈ രക്ഷപ്പെടുത്തുന്നത്, അതിനല്ലേ ഞാൻ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് എനിക്കെതിരെ സാക്ഷി പറഞ്ഞു? ഖാലൂ അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈ, എല്ലാ വസ്തുക്കൾക്കും സംസാരിക്കാൻ കഴിവ് കൊടുത്ത അള്ളാഹു ഞങ്ങൾക്ക് സംസാരിക്കാൻ ഇവിടെ അവസരം തന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. വഹുവ ഖലഖകും അവ്വല മറ, പടച്ചവനല്ലേ നിങ്ങളെ പടച്ചത്,
ആ റബ്ബ് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവെന്നില്ലേ? നിങ്ങളുടെ നാവും ചുണ്ടും തൊണ്ടയും നിങ്ങളുടെ സ്വരകോശങ്ങളും ഇതൊക്കെ സ്വരതന്തുക്കൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായപ്പോഴല്ലേ സംസാരിക്കാൻ പറ്റിയത്? ഇതൊന്നും ഇല്ലാണ്ടെയും സംസാരിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും. ഞങ്ങളൊക്കെ അള്ളാഹു സംസാരിപ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ മറുപടി നോക്കണം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബിസ്മില്ലാ. സൂറത്ത് ഫുസ്സിലത്ത് 22-ാമത്തെ ആയത്ത്. കുട്ടികൾ കാര്യമുണ്ടോ? നിർത്തണം, സമയമായില്ലേ? وما كنتم تستترون أن يشهد عليكم سمعكم. الله ورنا اوكي. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم. നിങ്ങളുടെ കണ്ണുകളോ കാതുകളോ ശരീരമോ തൊലിയോ നിങ്ങളുടെ ശരീരഭാഗങ്ങളോ കാണാതിരിക്കത്തക്ക വിധം എന്തുകൊണ്ട് നിങ്ങൾ തെറ്റുകളിൽ നിന്ന് മറപാലിച്ചില്ല? എന്തുകൊണ്ട് ഓപ്പണായി ചെയ്തു? എന്തുകൊണ്ട് ഓപ്പണായി ചെയ്തു? വലാകിൻ ളനൻതും, പക്ഷേ നിങ്ങൾ വിചാരിച്ചു, അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പലതും അള്ളാഹു അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ? വിചാരിച്ചതൊന്നും പടച്ചവൻ അറിയില്ല എന്നല്ലേ? നിങ്ങൾ ഗ്രൂപ്പ് അഡ്മിൻ ഇതൊക്കെ വലിയ രാജാവിൻ്റെ പദവിയാണ് നിങ്ങൾ വിചാരിച്ചത്. നിങ്ങളൊക്കെ അള്ളാഹു തആല പൂട്ടും. അള്ളാഹുവിനത് എളുപ്പമാണ്. ഇന്നല്ലാഹ ലാ നിങ്ങൾ വിചാരിച്ചല്ലേ? അന്നല്ലാഹ ലാ യഅലം കസീറൻ മിമ്മാ തഅമലൂൻ. വദാലികും ളന്നുകുമുല്ലദീ ളനൻതും ബിറബ്ബികും. അള്ളാഹുവിനെ സംബന്ധിച്ച്, നിങ്ങളുടെ റബ്ബിനെ സംബന്ധിച്ച് എത്ര മോശമാണ് നിങ്ങൾ വിചാരിച്ചത്. അള്ളാഹ്ക്ക് ഇതൊന്നും അറിയുന്നില്ല എന്ന് വിചാരിച്ചോ? നിങ്ങൾ ക്ലോസ്ഡ് ക്ലാസ് റൂമാണെന്ന് വിചാരിച്ചോ? നിങ്ങൾ ഈ പറയുന്ന ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? നിങ്ങൾ ചെയ്യുന്നത് ആരും അറിയില്ല, നിങ്ങൾ സർക്കുലേറ്റ് ചെയ്ത് ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? വലാകിൻ ളനൻതും ദാലികും വദാലികും ളന്നുകുമുല്ലദീ ളനൻതും ബിറബ്ബികും അർദാകും. ആ വാക്ക് ഭയങ്കര ഡേഞ്ചറാണ്. അർദാക്കും, അള്ളാഹു നിങ്ങളെ നശിപ്പിക്കട്ടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഫസ്ബഹ്തും മിനൽ ഖാസിരീൻ, അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോയില്ലേ? പരാജയമല്ലേ അത്? ഗീബത്തുകൾക്ക് വേദികളാവുക നമ്മുടെ സോഷ്യൽ മീഡിയ. എന്താണ് കാര്യം? എത്രയെല്ലാം നല്ല കാര്യങ്ങൾ ജനങ്ങളെ പഠിക്കാനും പഠിപ്പിക്കാനുണ്ട്. മനുഷ്യന്മാരെ മുഴുവൻ കേട് തീർത്തിട്ട് ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ കഴിയുമോ? ആർക്കെങ്കിലും ദഅവത്ത് ചെയ്യാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ലോകത്ത് അങ്ങനെ ഉണ്ടോ? അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ എല്ലാവരും കുഴപ്പമുള്ളവരാണ്. ഈ പറയുന്നവരും നിരൂപിക്കുന്നവരും നിരൂപിക്കപ്പെടുന്നവരും ഒക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ സമന്മാരാണ്. അതുകൊണ്ട് നന്മയെ പ്രചരിപ്പിക്കുക, തിന്മയെ മൂടിവെക്കുക, തിന്മകളെ പുറത്തു കൊണ്ടുവരരുത്, അത് ചർച്ചക്കെടുക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ആ ഒരു ഹയാഉം സിത്റും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. നാണവും ലജ്ജയും വേണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുളിക്കുന്ന സമയത്ത് പോലും ശരീരം മുഴുവൻ മറച്ചുകൊണ്ടാണ് കുളിച്ചിരുന്നത്. അതുകൊണ്ടാണ് വല്ലദീ തസ്തഹയി മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് പോലും നാണമാണ് ഉസ്മാൻ എന്നവരെ എന്ന് പറഞ്ഞാൽ മഹാനെ കാണുമ്പോൾ നാണിച്ചു പോകുന്നു. അത്രയും അള്ളാഹുവിനോട് നാണമുള്ള മഹാനാണ്. രാത്രിയല്ലാതെ ബാത്റൂം പോകില്ല. അന്ന് ടോയ്ലറ്റ് ഇല്ലല്ലോ, പുറത്തു പോകണ്ടേ, വീടുകൾക്ക് സൗകര്യമില്ലല്ലോ, പുറത്തു പോകും. ബറാസ് എന്ന് തന്നെ പറയാം. ബറാസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഔട്ട്ഡോർ എന്ന വാക്കിനർത്ഥം പുറത്തേക്ക് പോവുക എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാർ, റസൂലുള്ളാഹി തങ്ങൾ അടക്കമുള്ള സ്വഹാബിമാർ, നിങ്ങൾ ആലോചിച്ച് നോക്കി. പെണ്ണുങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നറിയോ? കാരണം ഒരു കാടോ പൊന്തയോ ഒരു മനുഷ്യനും അന്യ ആളുകൾ നടന്നു പോകാത്തൊരു വഴിയോ വിജനമായ സ്ഥലമോ കിട്ടാത്തവർക്ക് പകലിൽ മൂത്രമൊഴിക്കാനോ ടോയ്ലറ്റ് പോകാനോ ഉണ്ടെങ്കിൽ കഴിയൂല. ആലോചിച്ച് നോക്കി, നമുക്കൊക്കെ എന്ത് പ്രയാസമുള്ളത്. നമ്മളിപ്പോൾ എത്രയൊക്കെ ടോയ്ലറ്റ് കൃത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ നാട്ടിലത്തെ കഥ പറയാം. എന്നാലും നമുക്കതൊക്കെ സാധിക്കുന്നില്ലേ? ക്ലോസ്ഡ് റൂമുകളില്ലേ? റെസ്റ്റോറൻറ്റിലെങ്കിലും സൗകര്യങ്ങൾ ചെയ്യുന്നില്ലേ? മസ്ജിദുകളിൽ സൗകര്യങ്ങളില്ലേ? എത്ര വലിയ നിഅമത്തിലാണ് നമ്മൾ. ഖുദ് ഇജാറതക ലാ ഹാജത ലനാ ബിക് ഇന്നി അറാക ലാ തസ്തഹീ മിനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ അന്നത്തെ വേലക്കാരനോട് പറഞ്ഞ വാക്കാണത്. ഖുദ് ഇജാറതക, വസ്ത്രമില്ലാണ്ട് ഒഴിയാനായിട്ട് കണ്ടു എന്നാണ്. അതായത് ഔറത്ത് കാണിച്ചിട്ട് ഒഴിയാന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നും ഇടാതെ എന്നാണ്. അന്നൊന്നും ഇപ്പം അങ്ങനെ തോർത്തും പിഴിഞ്ഞിട്ട് നനക്കാൻ പറ്റുന്ന കുപ്പായങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും മറ പിടിക്കണം എന്നാണ്. ഒരു മറയിലേ ചെയ്യാൻ പാടുള്ളൂ. പബ്ലിക് ബാത്താണ്,
ഔറത്ത് കാണി. ഇന്ന് ഔറത്തിൻ്റെ വിഷയം ഞാൻ പേടിക്കുന്നതല്ല. ഇന്നൊക്കെ ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടി ട്രൗസർ ഇട്ടിട്ട് വലിയ വലിയ മനുഷ്യന്മാർ യാത്ര ചെയ്യുക. നമ്മളെ മലയാളികൾ യൂറോപ്പിൽ നിന്ന് ഇവിടുന്നൊക്കെ വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിനെ എംബ്രേസ് ചെയ്തുകൊണ്ടായിരിക്കാം. കാലിൻ്റെ മുട്ട് എന്ന് പറയുന്ന ഔറത്താണ്. റുക്ബത്ത് റജുൽ ഔറ, ഒരു മനുഷ്യൻ്റെ ഔറത്താണ്, മറക്കൽ നിർബന്ധമാണ്. കാൽമുട്ട് മറയണം. കാൽമുട്ടിൻ്റെ മേലെ ആയിരിക്കും ട്രൗസർ. ഒരു ടീഷർട്ടും ഈ കുഞ്ഞു ട്രൗസർ ഇട്ടിട്ട് സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ മോഡേണൈസേഷനാണ്. മുഅ്മിനീങ്ങൾക്കത് ചെയ്യാൻ പാടുള്ളതല്ല. കാൽമുട്ട് മറയണം, അതിന് ഡീസൻസി ഉണ്ട്. യാത്ര ചെയ്യാൻ കുറേ ആളുകൾ അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടാവും. നമ്മുടെ ശരീരം മറക്കണം. ആണുങ്ങളും പെണ്ണുങ്ങളും ശരീരം നന്നായി മറക്കേണ്ട സമയമാണ് പുറത്തിറങ്ങുന്ന സമയം. ഇന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാം കാണിച്ചടക്കാന്ന്, അങ്ങനെയാണ്. ഇനി അതുമാത്രമല്ല, നമ്മുടെ വീടുകൾക്കിടയിൽ ഇപ്പോൾ ഉമ്മമാർ മക്കളുടെ ഇടയിൽ നിൽക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ കൃത്യമായ മറ വേണം. എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന പോലെ മറക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വൾഗറായിട്ട് ഡ്രസ്സിടുക, കുട്ടികളല്ലേ ഉള്ളൂ. ജ്യേഷ്ഠനും അനുജത്തിയും ജ്യേഷ്ഠത്തിയും അനുജനും ഒക്കെ താമസിക്കുന്ന വീടുകൾ, കസിനുകൾ പോട്ടെ, നേരെ ബ്രദർ ആൻഡ് സിസ്റ്റർ, മുതിർന്ന മക്കളാണ്, അവരുടെ മുമ്പിൽ പോലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പരസ്പരം വസ്ത്രധാരണത്തിൽ നല്ല ഡീസൻസി കീപ്പ് ചെയ്തേ പറ്റൂ. വലിയ അപകടമാണ്. ഇന്ന് ലോകത്ത് തിന്മകൾ അതിൻ്റെ അതിർവരമ്പുകളൊക്കെ ഭേദിച്ച് എവിടെയോ എത്തിയിട്ടുണ്ട്. വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞ് പോയി ഇൻസെസ്റ്റ് എന്ന് പറയാം, സ്വന്തം ചോരബന്ധമുള്ള ആളുകൾ തമ്മിൽ വ്യഭിചരിക്കുന്നത്. അതൊക്കെ ഫാഷനായി കൊണ്ടു നടക്കുന്ന കാലമാണ്. അതിലൊക്കെ എന്താ കുഴപ്പമെന്ന്. എത്രയോ വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ. അതിൻ്റെ വലിയൊരു കാരണം എന്താ? അങ്ങനെ ഒരു തരത്തിൽ ഒരു വൈകാരികത തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രവിധാനം വീട്ടിൻ്റെ ഉള്ളിൽ മുതിർന്ന മക്കളുള്ളിടത്ത്, കസിനുകളുള്ളിടത്ത്. കസിനുകൾ എന്നൊക്കെ പറഞ്ഞാൽ എളാപ്പ മൂത്താപ്പ മക്കൾക്ക് വിവാഹബന്ധം ജായിസായവരാ, പരസ്പരം കാണാൻ പോലും പാടില്ലാത്തവരാ. ഹിജാബിൻ്റെ മറയിൽ നിന്ന് അവരെ കാണാൻ പാടുള്ളൂന്ന ശരീഅത്തിന്റെ നിയമം. അതൊക്കെ പറഞ്ഞാൽ ഇന്ന് കൊഞ്ഞനം കാണിക്കും ചിലപ്പോൾ. അതൊക്കെ നടക്കുമോ ഇല്ലയോ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അള്ളാഹുവിൻ്റെ നിയമം അതാണ്. അത്രയും അച്ചടക്കം വസ്ത്രവിധാനത്തിൽ മനുഷ്യൻ നാണിക്കാത്തൊരു സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ യഗ്തസിലു ബിൽ ബറാസ്. റസൂലുള്ളാഹി തങ്ങളൊരു മനുഷ്യൻ പുറത്ത് കുളിക്കുന്നത് കണ്ടു. ഫഹമിദല്ലാഹു വഅഥന അലൈഹി, അള്ളാഹുവിൻ്റെ സ്തുതി പറഞ്ഞുകൊണ്ട് ഹംദും സ്വലാത്തും ചൊല്ലി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ ഹലീമുൻ ഹയ്യുൻ സിത്തീറുൻ. ഈ ഇസ്മു വരുന്ന ഹദീസാണിത്. ഇന്നല്ലാഹ അസ്സ വജൽ ഹലീം, അള്ളാഹു തആല നല്ല ക്ഷമയുള്ളവനാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പക്വമായി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഹയ്യുൻ, നാണമുള്ളവനാണ്. സിത്തീറുൻ, അള്ളാഹു മറക്കുന്നത് ഇഷ്ടമാണ്. റബ്ബിന് മറ ഇഷ്ടമാണ്. യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ, അള്ളാഹുവിന് നാണവും അതുപോലെ മറയും റബ്ബിന് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ ശരീരം മറക്കണേ, ഔറത്ത് കാണിച്ചുകൊണ്ട് കുളിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇസ്ലാമിൻ്റെ സംസ്കാരമാണ്. അച്ചടക്കവും സംസ്കാരവും മരിച്ചു കിടക്കുന്നിടത്താണ് വിശുദ്ധ ഹബീബിൻ്റെ ഈ ഹദീസിൻ്റെ പ്രസക്തി നമ്മൾ കാണുന്നത്. അള്ളാഹു സിത്തീറാൻ. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കുന്തോറും അവരിൽ നാണവും മറയും കൂടിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറയാം, കുല്ലു ഉമ്മത്തി മുആഫാ, എല്ലാ എൻ്റെ ഉമ്മത്തികളായ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങളായ പാപങ്ങൾ വിളിച്ചു പറയുന്നവർക്കൊഴികെ. ഇന്ന മിനൽ മുജാഹറതി, ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റാണ്, വിളിച്ചു പറയലാണ്. അയ്യഅമല റജുലു ബില്ലൈലി അമലൻ, രാത്രി ഒരു തെറ്റ് ചെയ്തു. സുമ്മ യുസ്ബിഹു, നേരം വെളുക്കുന്നു. വഖദ് സതറഹുല്ലാഹു അലൈഹി, ആരും അതറിഞ്ഞിട്ടില്ല, അള്ളാഹു അവൻ്റെ മേൽ മറച്ചു വെച്ചൊരു തെറ്റ്. ഫയഖൂലു, ആ തെറ്റ് ചെയ്തവൻ യാ ഫുലാൻ, തൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയും, അമിൽതുൽ ബാരിഹത കദാ വകദാ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ കള്ളു കുടിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ വേറെ തിന്മ ചെയ്തു. അള്ളാഹു രാത്രി അവനെ മറച്ചു വെച്ച വിഷയം. അള്ളാഹു വെച്ച മറയെ അവൻ പൊളിച്ചു കളഞ്ഞു. ആ ചെയ്ത തെറ്റവൻ നാട്ടുകാരോട് വിളിച്ചു പറയാൻ. ഇന്ന് വിളിച്ചു പറയാൻ മാത്രമല്ല, ഇന്ന് സെൽഫി എടുത്ത് പോസ്റ്റ് സ്റ്റോറി, ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ, എന്ത് മനുഷ്യൻ ചെയ്ത തിന്മകൾ വിളിച്ചു പറയാം. തിന്മയാണെന്ന് പോലും അവർക്ക് തോന്നുന്നില്ല.
അങ്ങനെ ചെയ്യുന്നത് മുജാഹറ, തിന്മകളെ പരസ്യപ്പെടുത്തുന്നതാണ്. അത്തരം ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. തൗബ നിർബന്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഞാൻ അവസാനിപ്പിക്കാം. ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ബദരിയായ സ്വഹാബിയാണ്. ഹബീബായ നബി തങ്ങളുടെ കൂടെ ലൈലത്തുൽ അഖബയിൽ, അഖബ ഉടമ്പടി നടക്കുന്ന രാത്രി ഹബീബിന്റെ കൂടെയുള്ള സ്വഹാബിയാണ് ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. ബദരിയാണ്. അവർ പറയാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബായ തങ്ങൾ പറഞ്ഞു, വഹൗലഹു ഇസാബത്തും മിൻ അസ്ഹാബിഹി, ഒരു കൂട്ടം സ്വഹാബിമാർ ഹബീബിന്റെ ചുറ്റുമുണ്ടായിരുന്നു. തആലൗ, നിങ്ങൾ മുമ്പോട്ട് വരണേ, ബായിഊനി, എനിക്ക് ബൈഅത്ത് തരണം, അലാ അല്ലാ തുശ്രികൂ ബില്ലാഹി ഷൈആ, ആരാധനക്കർഹനായ അല്ലാഹു ജല്ല ജലാലുവിനോട് കൂടെ ഒരാളെയും പങ്കു ചേർക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട്, വലാ തസ്രിഖൂ, മോഷണം ചെയ്യരുത്, മോഷണം ചെയ്യരുത്, വലാ തസ്നൂ, വ്യഭിചരിക്കരുത്, വലാ തഖ്തുലൂ ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് അബോഷൻ ചെയ്യരുത്, വലാ തഅതൂ ബിബുഹ്താനിൻ തഫ്തറൂനഹു ബൈന ഐദീകും വഅർജുലികും, നിങ്ങൾ മറ്റാളുകളെ കുറിച്ച് സ്വന്തമായി ഒരു അടിസ്ഥാനവുമില്ലാത്ത നുണകൾ പറഞ്ഞുണ്ടാക്കരുത്, വലാ തഅസൂനി ഫീ മഅറൂഫിൻ, ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്യാതിരിക്കരുത്, അങ്ങനെ നിങ്ങൾ എനിക്ക് ബൈഅത്ത് തരണം. ഫമൻ വഫാ മിൻകും ഫഅജ്റുഹു അലല്ലാഹ്, ഈ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചാൽ അവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കും. വമൻ അസ്വാബ മിൻ ദാലിക ഷൈഅൻ ഫഉഖിബ ബിഹി ഫിദ്ദുനിയ, ഞാൻ പറഞ്ഞതിന് എതിരെ ഈ ലോകത്ത് ചെയ്യുകയും അല്ലാഹു ഇവിടെ വെച്ച് അവർക്ക് ശിക്ഷ കൊടുക്കുകയും ചെയ്താൽ ഫഹുവ ലഹു കഫാറ, അത് അവർക്ക് പ്രായശ്ചിത്തമാണ്. വമൻ അസ്വാബ മിൻ ദാലിക ഷൈഅൻ ഫസതറഹുല്ലാഹ്, നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുകയും അല്ലാഹു നിങ്ങൾക്കത് മറച്ചു വെക്കുകയും ചെയ്താൽ ഫഅംറുഹു ഇലല്ലാഹ്, അല്ലാഹു മറച്ചു വെച്ചു തെറ്റ്, അതിനർത്ഥം അല്ലാഹുക്ക് ഇത് ഇഷ്ടമായി എന്നല്ല. ഫഅംറുഹു ഇലല്ലാഹ്, അവന്റെ വിഷയം റബ്ബിന്റെ കോടതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഇൻഷാഅ ആഖബഹു വ ഇൻഷാഅ അഫാ അൻഹു, വേണമെങ്കിൽ അല്ലാഹു അവനെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അല്ലാഹുവിന് മാപ്പ് കൊടുക്കാം. ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് തങ്ങൾ ഞങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞ രംഗം ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു അൽ ബദരി, ബദരിയായ സ്വഹാബി ഓർക്കുകയാണ്. തങ്ങൾ പറയാൻ, ഇവിടെ മറച്ചു വെച്ചാൽ അള്ളാഹു ഒരുപക്ഷെ ആഖിറത്ത് പുറത്ത് തന്നേക്കും, തൗബ ചെയ്യണം, ഇല്ലേ അള്ളാഹുവിടെ ശിക്ഷിച്ചേക്കും യാ അള്ളാഹ്. ഹബീബായ നബി തങ്ങൾ ഒരു ദിവസം സ്വഹാബികളോട്, അത് ഹബീബിൻ്റെ വഫാത്തിനോട് അടുത്ത ദിവസമാണ്, നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ എന്നോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ആദ്യം പറഞ്ഞു, പ്രതികാരം എടുക്കാനുള്ള ഒരു പ്രതികാരം എടുത്തോളൂ, ഹാദാ ളുഹ്രി, എൻ്റെ പുറമിതാ ഇവിടെ, ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറത്ത് വന്ന് അടിച്ചോളൂ എന്നതിനർത്ഥം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഇടപാട് വല്ലതും തരാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. അപ്പോൾ സ്വഹാബി പറഞ്ഞു, നബിയെ എനിക്ക് 3 ദിർഹം കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, നമ്മൾ അയാളെ സത്യം ചെയ്യിക്കൂല, തെളിവ് എവിടെയാണെന്ന് ചോദിക്കൂല, ഇത് അള്ളാഹിൻ്റെ മസ്ജിദാണ്, മസ്ജിദ് നബവിയിലെ സംഭവം, തങ്ങൾ വഫാത്താകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ്, അതുകൊണ്ട് 3 ദിർഹമല്ലേ, കൃത്യമായിട്ട് എവിടെയാണെന്ന് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് നബിയെ, ഞങ്ങളന്ന് പോകുമ്പോൾ ഒരു മിസ്കീനായ മനുഷ്യൻ അങ്ങയുടെ അരികത്തേക്ക് വന്നപ്പോൾ ആ മനുഷ്യന് 3 ദിർഹം കൊടുക്കുക അങ്ങ് പറഞ്ഞപ്പോൾ ഞാനാണല്ലോ ഒന്ന് കൊടുത്തത്. ആച്ചിഹിയ ഫضൽ, ഫضൽ ഇബ്നു അബ്ബാസ് തങ്ങൾ അവിടെ ഉണ്ട്, ഫضൽ എന്നവരെ 3 ദിർഹം കൊടുക്കുകയെന്ന് പറഞ്ഞു. നബി തങ്ങൾക്ക് കിട്ടിയ, നബി തങ്ങളുടെ ഹിബത്തായ പൈസ അവിടെ ഉണ്ട്, എടുത്തു കൊടുത്തു. തങ്ങൾ പറഞ്ഞു, സലൂ, തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ നഫ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ഐബ് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന കുഴപ്പമുണ്ട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു, നബിയെ ഞാൻ നുണ പറയുന്ന ആളാണ്, ഖദൂബൻ, എനിക്ക് പെട്ടെന്ന് നുണ പറയാൻ ഒരു ടെൻഡൻസി വരുന്നുണ്ട്. പിന്നെ പറഞ്ഞു, നഊമുൻ, ഞാൻ ഭയങ്കര ഉറക്കിൻ്റെ ആളാണ്, എനിക്ക് എപ്പോഴും ഉറങ്ങണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ റസൂലുള്ളാഹി ദുആ ചെയ്തു, അല്ലാഹുമ്മ സ്ദുഖ്ഹു, പടച്ചവനെ ആ മനുഷ്യന് സുദ്ഖ് കൊടുക്കണമേ, സത്യം പറയാൻ തൗഫീക്ക് കൊടുക്കണമേ. പിന്നെ പറഞ്ഞു, അല്ലാഹുമ്മ അദ്ഹിബ് അൻഹു നൗമ ഇൻ ശിഅ്ത, പടച്ചവനെ ഉറക്കൊഴിവാവലാണ് ഖൈറെങ്കിൽ അവൻ ഉറക്കം ഒഴിവാക്കി കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈഹക ഫളഹത നഫ്സക, ഈ എന്തിനാണോ അതൊക്കെ വിളിച്ചു പറഞ്ഞത് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. നീ നുണ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് മിണ്ടാണ്ടിരുന്നാൽ പോരെ, അള്ളാഹിനോട് തൗബ ചെയ്താൽ പോരായിരുന്നോ? പിന്നെ നിനക്ക് ഉറക്കുണ്ട്, നീ ഉറക്കനാണ്, ഭയങ്കര ഉറക്കിൻ്റെ ആളാണ്, ഉന്മേഷമില്ലാത്ത ആളാണ്, എപ്പോഴും മടിയനാണ്, ഇതൊക്കെ ആൾക്കാർ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് പറയേണ്ട കാര്യമുണ്ടോ?
എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ദഅഹു യാ ഉമർ, ഉമറെ അങ്ങനെയൊന്നും ചോദിക്കണ്ട, ഫുദൂഹുദ് ദുനിയ ഖൈറും മിൻ ഫുദൂഹിൽ ആഖിറ, ദുനിയാവിൽ നാണം കെടുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല, ആഖിറത്ത് നാണം കെടുന്നതിനെക്കാളും നല്ലത് തന്നെയല്ലേ. എന്നിട്ട് തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അദ്ഹിബ് അൻഹു നൗമ ഇൻ ശിഅ്ത, അല്ലാഹു ആ ഉറക്കിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നീക്കി കൊടുക്കണമേ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഉമർ തങ്ങളോട് പറഞ്ഞു, മിണ്ടാണ്ടിരുന്നാൽ പോരായിരുന്നു. കൈ മുറിക്കുന്ന ഒരു സംഭവം നടന്നു, മോഷണം ചെയ്താൽ കൈ മുറിക്കുന്ന ഇസ്ലാമിൻ്റെ നിയമമുണ്ട്. അങ്ങനെ കൈമുറിച്ചതിന് ശേഷം നബി തങ്ങളല്ല ചെയ്യാൻ പറഞ്ഞതാണ്, തങ്ങൾ ഇരുന്നിങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ സഹാബികൾ ചോദിച്ചു, നബിയെ, ആ മനുഷ്യനെ ശിക്ഷ നടപ്പാക്കിയതിൽ അങ്ങേക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു. അതെ, എനിക്ക് വലിയ വേദന തോന്നുന്നു പറഞ്ഞു. എന്നാൽ പിന്നെ എന്തിനാ നബിയെ ശിക്ഷ നടപ്പാക്കിയത് എന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ്, റസൂലാണ്, ഖാദിയാണ്. എൻ്റെ മുമ്പിലേക്കൊരു വിഷയം വരികയും അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ അതിന് നിയമമുണ്ടാവുകയും ചെയ്തെങ്കിൽ ആ നിയമം നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഹല്ലാ സതർത അലൈ, ആ മനുഷ്യനെ കൊണ്ടുവന്ന ആളെവിടെ? ആ മനുഷ്യനെ മറച്ചു വെച്ചുകൂടായിരുന്നോ? ചോദിച്ചു, ആരാ ഇയാളെ കൊണ്ടുവന്നത്? പറഞ്ഞു, ഞാൻ എളാപ്പയെ കൊണ്ടുവന്നത്. നിങ്ങൾ ആരാ ചോദിച്ചു. അമ്മു, അവൻ്റെ എളാപ്പയാണ്, വാപ്പൻ്റെ സഹോദരനാണ്. മാ അഹ്സൻത തഅദീബ മാ അദ്ദബ്തഹു വമാ അഹ്സൻത തഅദീബ, നിങ്ങളെ ഈ ചെറുപ്പക്കാരന് അദബ് പഠിപ്പിച്ചില്ല, അദബ് പഠിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് ശരിയായിട്ടുമില്ല. ഹല്ലാ സതർത അലൈ, നിങ്ങൾക്കിത് മറച്ചു വെച്ചുകൂടായിരുന്നോ? ഏകദേശം ക്ലാസ് കഴിയാനായി രണ്ട് ഇസ്മുകൾ കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തുകൾ ഹദീസുണ്ട് മാഷാ അല്ലാഹ്. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. മുത്തഫഖ അലൈഹി എന്ന് പറഞ്ഞാൽ എന്താ? സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ഹദീസാണെന്നാണ്. ഈ ഹദീസാണ് ബുഖാരി ഇമാം അവസാനം കൊണ്ടുവന്ന ഹദീസ്. സ്വഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെ ഹദീസാണിത്. കലിമത്താനി, രണ്ട് വചനങ്ങൾ, രണ്ട് സെൻറ്റൻസ് എന്ന് പറയാം, രണ്ട് വാക്ക് എന്നൊക്കെ പറയാം. കലിമത്താനി, രണ്ട് കലിമത്തുകൾ. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ എളുപ്പം, പറയാനൊരു പ്രയാസം, ബുദ്ധിമുട്ടുള്ള അക്ഷരങ്ങളൊന്നുമില്ല. ثقيلتان في الميزان, നാളെ അല്ലാഹു അമലുകൾ തൂക്കി നോക്കുമ്പോൾ മീസാനിൽ നല്ല ഖനമുള്ള രണ്ട് വാക്കുകൾ. ഹബീബത്താനി ഇലർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകൾ. ചില ഇഷ്ടപ്പെട്ട പേരുണ്ടാവില്ല, ആ പേര് വെച്ച് കൊടുക്കുക നമുക്ക് ഇഷ്ടമായിരിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് കലിമത്തുകൾ, ദിക്റുകൾ. അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന രണ്ട് കലിമത്തുകളാണ്, രണ്ട് വചനങ്ങളാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അത് രാവിലെ വൈകുന്നേരം വർദ്ധിപ്പിക്കണം ധാരാളം. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നമ്മുടെ അമലുകൾ ഇങ്ങനെ കയറിക്കോട്ടെ. കുറേ ചെയ്തതൊക്കെ പോയിട്ടുണ്ടാവും കുറേ ആളുകൾക്ക്. അള്ളാഹു തആല മാപ്പ് നൽകട്ടെ. അള്ളാഹു മാപ്പ് ഇതാ എന്താ വിഷയം എന്നറിയോ? ഈ ഈബത്തും എമീമത്തും കുത്തർന്ന് പറയണതിലൊക്കെ എന്താ ദിക്റിനും സ്വലാത്തിനും മുമ്പിൽ നിന്ന് ചെല്ലുന്ന ആൾക്കാരാണ്. അതാണ് അത്ഭുതം. അപ്പോൾ ഒക്കെ കൊഴിഞ്ഞാടി പോവില്ലേ? എപ്പോൾ പോയിട്ടുണ്ടാവും? എല്ലാ കാര്യത്തിനും മുമ്പിലുള്ള ആൾക്കാരാണത്. ഗ്രൂപ്പ് കയറിയാൽ പിന്നെ എങ്ങനെ പറയാം? ഈബത്തും എമീമത്തും പറയാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. അള്ളാഹു തെറ്റുകൾക്ക് പുറത്തു കൊടുക്കട്ടെ. അതുകൊണ്ട് ഈ ഹദീസ് ചൊല്ലിക്കോളൂ. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. നമ്മൾ റബീഉൽ അവ്വലിൻ്റെ സമയത്തെ ഒരു 40 ഹദീസെങ്കിലും മനപ്പാടാക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇടയ്ക്ക് മോമുഞ്ഞ് മറന്നതോ വിട്ടുപോയി. അതെ, അൽഹംദുലില്ലാ. ആധികാരികമായിട്ടൊരു ഹദീസിൻ്റെ ഒരു കിതാബ് എന്തെങ്കിലും കിട്ടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ 2-3 ഹദീസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒന്നുകൂടെ 4 ആയി.
ഇനിയൊരു 36 കൂടെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അതെല്ലാവരും എന്ത് ചെയ്യുക, ഇത് 1 മുതൽ തുടങ്ങാം അല്ലേ, അത് ബോണസ്. അപ്പോൾ ഇത് ഒന്നായിട്ട് കൂട്ടുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു ഹദീസ് മനഃപ്പാഠമാക്കുക. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ചൊല്ലിപ്പഠിക്കുക. ഹദീസ് പഠിക്കണം, ഖുർആൻ പഠിക്കണ പോലെ ഹദീസ് പഠിക്കണം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. എന്തെന്നല്ലേ അമേരിക്ക കറക്റ്റല്ലേ? കലിമത്താനി ചൊല്ലിക്കോളൂ. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده സുബ്ഹാനല്ലാഹിൽ അദീം. അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബേ, നിന്നെ സ്തുതിക്കുകയാണ്. നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ, നീ മഹോന്നതനാണ്, നീ ഏറ്റവും വലിയ മഹാനാണ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ്. നാവിന് വളരെ ഖഫീഫാണ്, അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടതാണ്. നാളെ മീസാനിൽ നല്ല കനം തൂങ്ങുന്ന അമലാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നോക്കി, വലിയ ഭാരമുള്ള അമലാണ്, പക്ഷെ നാവിന് എത്ര എളുപ്പം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇമാം ബുഖാരി തങ്ങൾ ഹദീസിൻ്റെ കിതാബ് അവസാനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കൂലിയുള്ള ഒരു അമലും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 2 അമലുകളെ പരിചയപ്പെടുത്തിയിട്ടാണ് ആ കിതാബ് അവസാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ബുഖാരി ഇമാം തുടങ്ങുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ സ്വീകരിക്കുന്ന നിയ്യത്ത് കൊണ്ടാണ്. ഞാൻ ഈ ചെയ്തത് മുഴുവൻ എൻ്റെ അമല് നാളെ മീസാനിൽ കനം തൂങ്ങണം. ആ ഒരു കണക്ഷൻ, 2 മാന ഹദീസിൻ്റെ 2 ആശയങ്ങൾ ബന്ധിച്ചാൽ കിട്ടുമത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് കിട്ടും. മമ്മൂഞ്ഞി അതിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കണ്ടുപിടിച്ചെടുത്ത് അൽഹംദുലില്ലാഹ് ബാറക്കല്ലാഹ്. അല്ലാഹു കൂലി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ മുമ്പ് ഈ സദസ്സിൽ ഇതുപോലുള്ള ദിക്റുകൾ സ്റ്റാർട്ടിങ്ങിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഉസ്താദ് ചെല്ലാൻ പറഞ്ഞ അടിസ്ഥാനത്തിൽ ചൊല്ലിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹദീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് മനപ്പാടാക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഈ ഒരു ഹദീസ് പഠിച്ചാൽ അത് ജീവിതത്തിൽ പകർത്തണം. അത് ഉസ്താദ് ഇപ്പോൾ പറഞ്ഞല്ലോ, മഗ്‌രിബിൻ്റെ സമയത്ത് രാവിലെയും വൈകിട്ടും കൂടുതൽ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ നാടുകളിലൊക്കെ മഗ്‌രിബ് വാങ്ങിന് മുമ്പായിട്ട് എല്ലാവരും വീട്ടിലും നാട്ടിലൊക്കെ ചെല്ലാറുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളിലും ഇവിടെ ബാച്ചിലറായാലും ഒരു മഗ്‌രിബിന് തൊട്ട് മുമ്പ് കുറച്ച് ചെറിയ ശബ്ദത്തിൽ ചെല്ലാൻ പറ്റുന്നവർ ആ ശബ്ദത്തിൽ ചെല്ലി അതൊരു ശീലമാക്കിയാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് പഠിക്കാൻ കാരണമാവും, കൂടെ കേൾക്കുന്നവർക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ മുമ്പ് പറഞ്ഞിരുന്ന ഇവിടെ ഒന്ന് മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ്, അതോടൊപ്പം തന്നെ സുബഹിയുടെ സമയത്ത് 100 ചെല്ലാൻ പറ്റുന്നവർ അങ്ങനെ ചെല്ലാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈർ. ഇന്നത്തെ പായസം നൽകിയ സഹോദരൻ്റെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് നസീം ബാഖി ഉസ്താദിൻ്റെ ഉപ്പ ഇന്ന് മരണപ്പെട്ടു, ആലിക്കുട്ടി മസ്താൻ എന്നവർ, അവരുടെ മഗ്‌ഫിറത്തിനായി ദുആ ചെയ്യാൻ. പാലപ്പെട്ടി അഹമ്മദി എന്നവർ മിനിഞ്ഞാന്ന് മരണപ്പെട്ടു, അവർക്ക് ദുആ ചെയ്യണം. PhD ആദ്യത്തെ റിവ്യൂ നടക്കുകയാണ് ജൂലൈയിൽ, അത് പ്രത്യേകം ദുആ ചെയ്യണം. പ്രമുഖ ഇസ്ലാമിക ശാസ്ത്ര പണ്ഡിതനായ PA മുഹമ്മദ് ബാക്കവി മുണ്ടംപറമ്പ് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യണം. ഈ വർഷത്തെ ഹജ്ജിന് പുറപ്പെട്ട എല്ലാ ഹാജിമാർക്കും മഖ്ബൂൽ മബ്റൂറായ ഹജ്ജ് ഉംറയും ചെയ്യാനുള്ള തൗഫീഖിനായി ദുആ ചെയ്യാൻ. ഇന്ന് മക്കയിൽ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് 2 ഹാജിമാർ മരണപ്പെട്ടു, അവർക്ക് ദുആ ചെയ്യാൻ. മരുമകന് പനിയും മഞ്ഞപ്പിത്തവുമാണ്, ഷിഫായിന് ദുആ ചെയ്യാൻ. കുടുംബവുമായി നാട്ടിൽ ലീവിന് പോകാൻ ഉദ്ദേശിക്കുന്ന എല്ലാം ഖൈറും എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ട് ജോലിയിൽ എളുപ്പവും ഖൈറും ബർക്കത്തിനും ഇസ്സത്തിനായി ദുആ ചെയ്യാൻ. ഓൺലൈനിലൂടെ ദുആ വസിയത്ത് ചെയ്തവരെല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ. ഒരു ഉംറ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നൊരു സഹോദരനെ അറിയിച്ചിട്ടുണ്ട്, ദുആ ചെയ്യണം. ജോലി ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ. തലവേദന മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, എളുപ്പമാവാൻ. ചെയ്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാടിൽ ഖൈറും ബർക്കത്തും ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. കണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ. ശരീരം അവശതകളൊക്കെ മാറാൻ വേണ്ടി ദുആ ചെയ്യണം. ആധാരം ശരിയായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയായി, ബാക്കി കൂടി എളുപ്പത്തിൽ ശരിയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ. ഉമ്മയുടെ അസുഖം, കിഡ്നിയിൽ കല്ല്, ഓപ്പറേഷൻ കൂടാതെ ശിഫാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഉമ്മയും കൂട്ടി ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു, എളുപ്പത്തിൽ ഹാസിലാവാൻ ദുആ ചെയ്യാൻ.
മകൻ വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിക്കുന്നുണ്ട്. ഹൈറായ ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ജസാക്കുമുല്ലാഹ് ഖൈർ. ബാറക്കല്ലാഹു ഫീക്ക്. ദുആ വസിയത്തിൽ പ്രത്യേകം മുഹമ്മദ് ബാഖവി മുണ്ടംപറമ്പ് നമ്മുടെ അലവിക്കുട്ടി ഹുദവി ഉസ്താദിൻ്റെ ജ്യേഷ്ഠനാണ്. പെരുമുഖത്ത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിനടുത്ത് കുറേ കാലം ദർസുണ്ടായിരുന്നു. വലിയ പ്രഗത്ഭനായി മുദരിസാണ്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫിഖഹിൽ അഗാധ പാണ്ഡിത്യമുള്ളൊരു പണ്ഡിതനും കൂടിയാണ് അദ്ദേഹം. വളരെ പ്രയാസകരമായ സുഖത്തിലാണ്. ബഹുമാനപ്പെട്ട സംസ്ഥകൾ ജമിഅത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫിർ മുത്തിക്കോയ അവറുകൾ അടക്കം ദുആ ചെയ്യാനുള്ള വസിയത്തുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. മുഹമ്മദ് ബാഖവി അവർക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ. അള്ളാഹു നീ ഷിഫ കൊടുക്കണേ റബ്ബേ. വലിയൊരു പണ്ഡിതനാണ്, ഭയങ്കര പ്രാഗൽഭ്യമുള്ള പണ്ഡിതൻ, യുവാവാണ്, ചെറുപ്പമൊക്കെ, പക്ഷേ അസുഖത്തിലാണ്. അള്ളാഹു നീ ഷിഫ കൊടുക്കണേ റബ്ബേ, ഷിഫ കൊടുക്കണേ പടച്ചോനെ. ഞങ്ങളുടെയൊക്കെ ദാറുൽ ഹുദയിൽ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ബാവ ഫൈലി വെളിമുക്ക്. അദ്ദേഹം അറബ് സാഹിത്യത്തിലും അറബ് കാവ്യത്തിലും ഒക്കെ വലിയ പ്രാവീണ്യമുള്ള ഒരു പണ്ഡിതനായിരുന്നു. ചെറുപ്പകാലത്ത് ഞാൻ വഅദ് പറഞ്ഞ് ശീലിക്കുന്ന കാലം ഉസ്താദിൻ്റെ കൂടെ പല വേദികളിലും പോയി 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ തുടക്കത്തിലൊക്കെ പ്രസംഗിച്ചു കൊണ്ടാണ്. വളരെ ചെറിയ പ്രായത്തിൽ 10 വയസ്സ് 12 13 വയസ്സുള്ള ആ കാലത്ത് അങ്ങനെ എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന് ഒരു പൊതുരംഗത്തേക്ക് കൊണ്ടുവന്ന എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. അവർ ഇന്നലെ വഫാത്തായി. ബാവ ഫൈലി വെളിമുഖ്. അള്ളാഹു നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബറ് നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഹർവിയായ ദറജയിൽ ഉയർത്തി കൊടുക്കണേ റബ്ബേ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളൊന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. ആമീൻ. ഞങ്ങൾക്ക് ബുർദ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അന്ന് പഠിക്കുന്ന കാലത്ത്. ബുർദയുടെ ഷറഹ് ഉസ്താദ് പറഞ്ഞു തന്നതിനനുസരിച്ച് അന്ന് പഠിക്കുന്ന കാലം എനിക്ക് തോന്നുന്നു ദാറുൽ ഹുദയിലെ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഉള്ള സമയത്ത് ഉസ്താദിൻ്റെ ഷറഹ് വെച്ചിട്ട് ഞാൻ ബുർദയ്ക്ക് ഒരു അറബിയിലൊരു ഷറഹൊക്കെ ചെയ്തിരുന്നു. അതിന് പ്രിൻറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, ഞാൻ മരിക്കുന്ന സമയത്ത് നിങ്ങളാരെങ്കിലും അറിയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ബുർദ ഓതണം, ബുർദ ഓതിത്തരണം മരിക്കുന്ന സമയത്ത് എന്നൊക്കെ വസിയത്തൊക്കെ ഉണ്ടായിരുന്നു. അള്ളാഹു അവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചോനെ. അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട നസീം ബാഖവി ഉസ്താദ് നമുക്കൊക്കെ അറിയാലോ. ഇവിടെ കുറേ കാലം നമുക്ക് ഷെയ്സാദ് പള്ളിയിലൊക്കെ വാങ്ങി വിളിക്കുകയും നമ്മുടെ പള്ളികളിലൊക്കെ ഇമാമത്ത് നിൽക്കുകയൊക്കെ ചെയ്ത ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ ആലിക്കുട്ടി മസ്താൻ എന്നിവർ വഫാത്തായിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ, അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ. അവരുടെ ഖബറും അള്ളാഹു സന്തോഷത്തിലും ഖൈറിലുമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഉദ്ഹിയ്യത്ത് ദുൽഹിജ്ജ മാസം പിറന്നു അല്ലേ? ഇന്ന് ദുൽഹിജ്ജ രാത്രി, ഇന്ന് ദുൽഹിജ്ജ 1 അല്ലേ? അൽഹംദുലില്ലാഹ്. അങ്ങനെയാണെങ്കിൽ ഹജ്ജുൽ അക്ബർ ആയിരിക്കും. അല്ല, ആയിട്ടില്ല. ശനിയാഴ്ചയാണ് അറഫ വരുന്നത് അല്ലേ? അറഫ ശനിയാഴ്ച വരുന്നത്. അതെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ സമയമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രേഷ്ഠതയുള്ളൊരു അമലാണ് പെരുന്നാളിൻ്റെ ദിവസം ഉദ്ഹിയ്യത്ത് അറക്കുക എന്ന് പറയുന്നത്. അത് മാംസത്തിന് പൂതിണ്ടായിട്ടോ മാംസം കിട്ടാത്തത് കൊണ്ടൊന്നും അല്ലത്. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു അമലാണത്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗം, അതിനനുസ്മരിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ദേഹേച്ഛകളെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു സംഭവമാണത്. ലൻ യനാല അല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഉദ്ഹിയ്യത്തിന് വലിയ കൂലിയുണ്ട്. ഉദ്ഹിയ്യത്തിൻ്റെ മൃഗത്തിൻ്റെ രോമത്തിനനുസരിച്ച് അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് തരുമെന്നാണ്. നാളെ മഹ്ശറയിൽ അത് വാഹനമായിട്ട് അള്ളാഹു ഉപയോഗിക്കാൻ കൊടുക്കും എന്നവരെ ഒക്കെ ഹദീസിലൊക്കെ കാണാൻ കഴിയും. ഏതായിരുന്നാലും ഉദ്ഹിയ്യത്ത് സാധ്യമാകുന്ന മുഴുവൻ ആളുകളും ഉദ്ഹിയ്യത്തിന് തയ്യാറെടുക്കുക. നാട്ടിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നാട്ടിൽ ആരെങ്കിലും അത് വക്കാലത്താക്കുക, ഒരാളെ ഏൽപ്പിക്കുക നിങ്ങളുടെ ഉദ്ഹിയ്യത്തിൻ്റെ വിഷയം. പിന്നെ ഉദ്ഹിയ്യത്തിന് നിയ്യത്ത് ചെയ്തയിടം മുതൽ നമ്മുടെ ശരീരത്തിലെ രോമങ്ങൾ നീക്കാതിരിക്കുന്നത് പ്രത്യേക സുന്നത്താണ്. നീക്കി എന്ന് വിചാരിച്ച് അതുകൊണ്ട് പ്രത്യേക ഒരു പ്രായശ്ചിത്തമോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ലതാനും. പക്ഷെ നീക്കാതിരുന്നാൽ നമ്മുടെ ഇസ്തിഗ്ഫാർ വർദ്ധിക്കും. അള്ളാഹു വലിയ കൂലി തരുന്ന വിഷയമാണ്. അതോടൊപ്പം നമ്മൾ നൈജീരിയയിലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, അവിടുത്തെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഉദ്ഹിയ്യത്ത് ഈ വർഷവും നമ്മൾ നിർവഹിക്കുകയാണ്. 49,000 രൂപയാണ് ഇന്ത്യയുടെ ഒരു കന്നിന്. അവിടെ നമ്മുടെ സയ്യിദ് ഹുദവി ഉസ്താദാണ് അവിടെ ഉള്ളത്. യോബോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം തലവനാണ്. നാദാപുരത്ത് കല്ലാച്ചിക്കാരനാണ്. എൻ്റെ സുഹൃത്താണ്. എൻ്റെ നേരെ ജൂനിയർ ക്ലാസ്സിലായിരുന്നു അദ്ദേഹം അവിടെ ഒരുപാട് മസ്ജിദുകളും ഒരുപാട് ദഅവത്തും ഇപ്പോൾ ഇഫ്താറൊക്കെ വളരെ മനോഹരമായി ചെയ്തു കഴിഞ്ഞ റമദാനിൽ. അതിനുവേണ്ടി സഹായിച്ചവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ.
കഴിഞ്ഞ വർഷം നമ്മൾ 72 കന്നല്ലേ ഉണ്ടായിരുന്നു, 72 കന്ന് അവിടെ കൊടുത്തു. പച്ച പാവങ്ങളെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ഫോട്ടോ കണ്ടിട്ട് നമ്മൾ കരച്ചിലായി പോവുക. അത്രയും ദാരിദ്ര്യത്തിലാണ്. മാംസം എന്ന് പറഞ്ഞ സാധനമൊന്നും വർഷത്തിലൊരു മാംസകഷ്ണം കിട്ടാത്ത ആൾക്കാരായി ഇവർ. അത്രയും ഗ്രാമങ്ങളുടെ ഉൾഗ്രാമങ്ങളിൽ ജീവിതത്തിൻ്റെ ഒരു സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ. അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. നാട്ടിലൊക്കെ പിന്നെ മത്സരങ്ങളാണ് ഉണ്ടാവാറുള്ളത്. നമ്മുടെ മഹലിൽ 50 എന്നാൽ ഞങ്ങൾ 55 അതുകൊണ്ട് ആവശ്യമുണ്ടോ ഇല്ലേ എന്നതിന് അപ്പുറത്ത് നമ്മളൊരു വെറുതെ ഒരു മത്സരം നടത്തിയാലൊന്നും കൂലി കിട്ടൂല. അള്ളാഹുവിൻ്റെ നീയത്ത്, നല്ല നീയത്ത്, റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള ഏകദേശം നിങ്ങളുടെ ഉദ്ഹിയ്യത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു പ്രതിഫലത്തിന് അവസരമാണ് നൈജീരിയയിലെ ഈ ഒരു ഉദ്ഹിയ്യത്ത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹുദവി അവറുകളെ നമ്മൾ വക്കാലത്താക്കിയിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് നമ്മളത് ചെയ്യാണ്. 49,000 രൂപയാണ്. അത് 7 ആളുകൾക്കായിട്ട് എന്ത് ചെയ്യുക, ഓഹരി വെക്കാം. ഒരാൾ 7,000 രൂപയാണ്. അപ്പോൾ അതിന് ആവശ്യമായ സംഖ്യ, അതിൻ്റെ എക്വിവലൻ്റ് ആയിട്ടുള്ള ദിർഹമോ അല്ലാതെയോ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ വിവരം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നേരായ വഴിയുടെ അഡ്മിൻ ആമിർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആ വിഷയം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. ഇൻഷാ അല്ലാഹ് പറ്റുന്ന ആളുകൾ അതിലേക്ക് ഏൽപ്പിക്കണം. 50 കന്നാണ് ഇന്ന് നമുക്ക് ഈ സമയത്ത് നമുക്ക് കഴിയുള്ളൂ. അതിലിപ്പോൾ 15 ആയത്, 15 ഇപ്പോൾ ആയത്. ഒരു 35 ആവണം എന്തെങ്കിലും ആ ഒരു ഗ്രാമങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നവർ അല്ലാഹു തൗഫീക്ക് ചെയ്ത് ഒരു കന്നിൽ 7 പേർക്ക് ഓഹരി കൂടാന്നാണ്. അപ്പോൾ ഒരാൾക്ക് 7,000 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നഷ്ടപ്പെടുത്താതിരിക്കുക. അള്ളാഹു നമ്മുടെ അമലുകൾക്ക് കൂലി തരട്ടെ. ആമീൻ. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യലും ഇത് സംഘടിപ്പിക്കലും ആ കാര്യം നിർവഹിക്കലും ഒക്കെ വലിയൊരു ടാസ്ക്കാണ്. നമ്മൾ പൈസ അയച്ചു കൊടുത്താൽ നമ്മൾ തീർന്നു. അപ്പോൾ അതിനുവേണ്ടി വലിയൊരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ നൈജീരിയക്കാരായ ഒരുപാട് ഷെയ്ഖന്മാരും ഉസ്താദുമാരും ആലിമീങ്ങളൊക്കെ സയ്യിദ് ഹുദവിയുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണം. അള്ളാഹു അവർക്കൊക്കെ ഖൈർ ചെയ്യട്ടെ, സലാമത്ത് ചെയ്യട്ടെ. അള്ളാഹു അവരിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരിക്കും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. പെരുന്നാളല്ലേ, അപ്പോൾ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ തൊട്ട് മുമ്പ് ഈദുൽ അദ്ഹയുടെ അറഫ ദിനത്തിൻ്റെ നോമ്പ് ഇതിനിടയ്ക്ക് വരാൻ പോകുന്നുണ്ട്. ശനിയാഴ്ചയല്ലേ നോമ്പ് വരെ? തുകഫിറു സനത്തൽ മാദിയ വസ്സനത്തൽ മുഖ്ബില, വരാൻ പോകുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞു പോയൊരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്ന് പറഞ്ഞ ശ്രേഷ്ഠമായ നോമ്പാണ് അറഫയുടെ നോമ്പ്. അത് വിട്ടുപോകരുത്. ഉദ്ഹിയ്യത്ത്, പെരുന്നാൾ നിസ്കാരം, അതിനോടനുബന്ധമായ മറ്റ് അമലുകളൊന്നും നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന് തൊട്ട് മുമ്പ് ഒരു ക്ലാസ്സും കൂടെ ഉണ്ടല്ലോ, അടുത്ത വ്യാഴാഴ്ച ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാൻ റഹീമായ റബ്ബേ, സദസ്സിനെ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിലേക്ക് അല്ലാഹു എന്ന് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഈ സദസ്സിൽ സ്ഥിരമായി വരുന്ന കരീം സാഹിബിൻ്റെ ഭാര്യാപിതാവ് മരണപ്പെട്ടിരുന്ന അബ്ദുൽ ഖാദർ മാട്ടുമത്തൊടി എന്നവർ, അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി അവർക്ക് വേണ്ടി ഹദിയ ചെയ്തതാണ് ഇന്നത്തെ സദസ്സിലെ പായസം. അല്ലാഹു നീ കരീം സാഹിബിൻ്റെ സ്വതക്കയെ സ്വീകരിക്കണേ പടച്ചവനെ. ആ ഉപ്പയുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, രോഗികളായ ആളുകൾ, മരണപ്പെട്ടു പോയവർ, അല്ലാഹുവെ എല്ലാവരും നിൻ്റെ കനഫിലേക്ക്, നിൻ്റെ ജനാബിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പടച്ചവനെ. അല്ലാഹുവെ നിൻ്റെ അതിഥികളെ നീ സ്വീകരിക്കണേ റബ്ബേ. രോഗികൾക്ക് ശിഫ കൊടുക്കണേ പടച്ചവനെ. പ്രയാസപ്പെടുന്ന മുഴുവനാളുടെയും പ്രയാസങ്ങളെ നീ സലാമത്താക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ والعافية في الدنيا والآخرة. اللهم إنا نسألك العفو والعافية في دنيانا وأخرانا وفي أهلنا وفي أموالنا وأولادنا. اللهم إنا نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. الله ഞങ്ങളുടെ മക്കളെ നന്നാക്കി തരണേ റബ്ബേ. اللهم أصلح أولادنا وأزواجنا وذرياتنا റബ്ബേ. ഞങ്ങളെ നീ നല്ലവരാക്കണേ റബ്ബേ, സ്വാലിഹീങ്ങളാക്കണേ പടച്ചവനെ. അർഹമർ റഹീമേ, ഞങ്ങൾക്ക് ഖൈറും സ്വലാഹും റുഷ്ദും അല്ലാഹു നീ അറിയിച്ചു തരണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങൾ തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കി തരണേ റബ്ബേ. ഗീബത്തും നമീമത്തും പറഞ്ഞു പോകുന്ന അവസ്ഥകളിലേക്ക് പോകാതെ കാക്കണേ റബ്ബേ. അല്ലാഹുമ്മ സ്തുർനാ ബിസിത്രിക്കൽ ജമീൽ. അല്ലാഹു നിൻ്റെ സിത്ർ കൊണ്ട് നീ ഞങ്ങളെ മറക്കണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് സിത്ർ നൽകണേ റബ്ബേ. നീ ഞങ്ങൾക്ക് മറ നൽകണേ പടച്ചവനെ. റഹ്മാൻ റഹീമേ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ റബ്ബേ. കലിമ ചൊല്ലി മരിക്കാൻ തൗഫീക്ക് തരണേ റബ്ബേ. അല്ലാഹു വിവാഹപ്രായമെത്തിയ മക്കൾക്ക് യോജിച്ച് വിവാഹ ബന്ധങ്ങൾ നൽകണേ റബ്ബേ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അല്ലാഹ്. കടങ്ങൾ വിടാനുള്ള വഴികൾ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, പരീക്ഷകൾ എഴുതുന്നവരാണ്, നല്ല വിജയം നൽകണേ തമ്പുരാനെ. പുതിയ അധ്യയന വർഷം ആരംഭിച്ച മക്കളുണ്ട്, അവർക്കൊക്കെ ഉന്നത വിജയം കൊടുക്കണേ പടച്ചവനെ.
ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ റബ്ബേ. ഈ സദസ്സിൻ്റെ പുണ്യം കൊണ്ട് ഖൈറായ മഈശത്ത് എളുപ്പമാക്കണേ റബ്ബേ. റഹ്മാൻ റഹീമേ, കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ വീടുകളിലും നാട്ടിലും സന്തോഷം നൽകണേ റബ്ബേ. അള്ളാഹു ഇന്ത്യ ഒരു പുതിയ ഭരണക്രമവുമായി അള്ളാഹു വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അള്ളാഹുവെ ഈ ഉമ്മത്തിന് ഖൈറാക്കി തരണേ പടച്ചവനെ. വളരെ സുശക്തമായൊരു പ്രതിപക്ഷമുണ്ട്, അത് നീ ചെയ്ത നിഅമത്താണ് പടച്ചവനെ. അള്ളാഹു ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ പടച്ചവനെ. അള്ളാഹുവെ അള്ളാഹുവെ അള്ളാഹു ഞങ്ങളുടെ നാടിന് ഇസ്സത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ രാജ്യം ഒരിക്കലും അരാജകത്വത്തിലേക്കും വർഗീയതയിലേക്കും പോകാതെ റബ്ബെ പിടിച്ചു നിർത്താൻ അള്ളാഹു ഞങ്ങളുടെ ഭരണകർത്താക്കൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ പടച്ചവനെ, ലോകരാജ്യങ്ങളിൽ സമാധാനം നിലനിർത്തണേ റബ്ബേ. ഈ രാജ്യത്തെ UAE അള്ളാഹുവെ നീ സമാധാനത്തിൻ്റെ കേദാരമാണ്, അല്ലെങ്കിൽ ഈ ചില്ലമാണ്. അള്ളാഹുവെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അള്ളാഹു എല്ലാവിധ ഖൈറിനും നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. ഈ രാജ്യത്തിൻ്റെ മുഅസ്സിസും ഇതിൻ്റെ സ്ഥാപകനുമായ ഷെയ്ഖ് സായിദ് റഹിമഹുള്ളയുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. അതുപോലെ മരണപ്പെട്ട ഭരണാധികാരികൾക്കൊക്കെ നീ ഖൈർ ചെയ്യണേ തമ്പുരാനെ, റഹ്മത്ത് ചെയ്യണേ റബ്ബേ, മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാനെ. اللهم احفظ رئيس الدولة، اللهم أيده بالحق وأيد الحق به ونوابه وسائر حكام الإمارات يا رب العالمين وولي عهده الأمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات، المسلمين والمسلمات، الأحياء منهم والأموات، إنك يا مولانا سميع قريب مجيب الدعوات. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صلى الله جميع الأنبياء والمرسلين الحمد لله رب العالمين. പ്രിയപ്പെട്ടവരെ, സമയം ഇച്ചിരി വൈകിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്റ്റാഫുകളുണ്ട്, നമ്മൾ പോയാലേ അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, കിടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ലേറ്റ് ആവരുത്, എല്ലാവരും പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യണം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, എല്ലാ ബുധനാഴ്ചയും ഹദീസ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് അത് നിർത്തിയിരുന്നു, ഇപ്പോൾ വീണ്ടും അത് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ബുധനാഴ്ചയും ഇശാഇന് ശേഷം പുരുഷന്മാർക്കാണത് സൗകര്യം.